മാതാപിതാക്കളോട് ഒരു മനുഷ്യന് 30 കടപ്പാടുകൾ ഉണ്ട്. 30 കടപ്പാടുകൾ ഉണ്ട്. 30ഉം ഇന്ന് പറയണം എന്നാണ് കരുതുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എന്റെ കയ്യിൽ ഉള്ള കിതാബ് ഖലമുൽ ഇസ്ലാം ബാവ ഉസ്താദിന്റെ ഔസത്തു അബ്വാബിൽ ജന്ന എന്ന കിതാബാണ്. ഇതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രധാന അവലംബം. മുത്തഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് പറയണത്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് ആഫിയത്ത് നൽകട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര വലുതായാലും ചെറുതായാലും ഉപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം കിട്ടിയിരിക്കണം. ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട ഒരു കെണിവലയാണ് കടപ്പാട് നിർവഹിക്കുന്നിടത്ത് വീഴ്ച വരുത്തുക എന്നുള്ളത്. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസറത്തുൻ നവാഫിലി ബിലാ ഫർളിൻ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളുടെ വർത്താനാത്. കുറേ സുന്നത്തുണ്ടാവും, പക്ഷെ ഫർള് ഉണ്ടാവില്ല. കണ്ടില്ല നിങ്ങള് എറണാകുളം ഓക്ക എക്സ്പ്രസ് മരുസാഗറിലൊക്കെ പോകും കുറെ ആള് അജ്മീർക്ക്, നിസ്കരിക്കൂല ഫർള്. അജ്മീർ ഷേഖ് എന്നെ വിചാരിക്കുന്നുണ്ടാവും ഈ ഹവാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. എന്തിനാ ഈ ചെങ്ങ ഇങ്ങോട്ടേക്ക് വരുന്നത്? ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഒരു ഫർളാവോ എന്ന് ഇബ്നു ഹജർ തങ്ങൾ സിയാറത്തിനെ കുറിച്ച് എഴുതിയ കിതാബിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ കടപ്പാടിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, മക്കൾ ഉപ്പ ഉമ്മനോട് കടപ്പാടുകൾ മറന്നുപോകുന്ന ഒരു തലമുറയാണ് പലപ്പോഴും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അവരെ കൺട്രോൾ ചെയ്യുന്നത് മദീന അല്ല, പിന്നെ ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമാണ് അവരുടെ മുഴുവൻ ഗുരു അല്ലെങ്കിൽ ഗൈഡ്. ഇൻസ്റ്റയിൽ എന്ത് കണ്ടു അത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ ചിലരിലെങ്കിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ല, മദീന നമുക്ക് പഠിപ്പിച്ച ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മാതാപിതാക്കളാണ് നമ്മുടെ സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിൽ, ഹദീസ് പറഞ്ഞ പോലെ. അതിന്റെ അർത്ഥം എളുപ്പത്തിൽ സ്വർഗത്തിലെത്താൻ പറ്റുന്ന അമലാണ് മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങുക എന്ന് പറയുന്നത്. 30 കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഇതിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 30 കാര്യങ്ങളും നോട്ട് ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാനുള്ള ശ്രമം അത് വളരെ പ്രധാനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് ആഫിയത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ. 1. ഇതാഅത്തുൽ ഉമ്മി വൽ അബി ഫീ കുല്ലി മാ യഅ്മുറാനി ബിഹിൽ വലദ് ഇല്ലൽ മഅസിയ. മാതാപിതാക്കൾ കൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ശിരസാവഹിക്കണം, സ്വീകരിക്കണം, അവർക്ക് ചെയ്തു കൊടുക്കണം, അവരെ വഴിപ്പെടണം. ഇല്ലൽ മഅസിയ, തെറ്റാണ് അവർ കൽപ്പിച്ചതെങ്കിൽ അത് തെറ്റാര് കൽപ്പിച്ചാലും, ഒരു ഷെയ്ഖ് വന്ന് കൽപ്പിച്ചാലും, ഉസ്താദ് വന്ന് കൽപ്പിച്ചാലും, ഏത് മുതലാളി കൽപ്പിച്ചാലും തെറ്റ് തെറ്റന്നെ, അതിന് വഴിപ്പെടേണ്ടതില്ലെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിച്ചല്ലേ. മാതാപിതാക്കൾ എന്ത് നമ്മളോട് പറഞ്ഞാലും അത് എത്ര വലിയ ടാസ്ക് ആണെങ്കിലും അത് നമ്മൾ നിർവഹിച്ചു കൊടുക്കണം. ഈ വിഷയത്തിൽ ഒരു കിതാബുണ്ട്. വേണമെങ്കിൽ 30 കിതാബ് നമുക്ക് ഓരോന്നിൽ എണ്ണി പറയാൻ പറ്റും. ഈ വിഷയത്തിൽ ഒരു കിതാബുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഉപ്പ സുബ്കി ഇമാമിനുണ്ട്, മകൻ സുബ്കി ഇമാമിനുണ്ട്. സുബ്കി ഇമാമിന്റെ ഉസ്താദിനുണ്ട് ഈ വിഷയത്തിൽ കിതാബ്. എന്ത്? ഉപ്പയും ഉമ്മയും കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സ്വീകരിക്കണോ വേണ്ടയോ എന്നാണ് ആ കിതാബിന്റെ പ്രധാന ചർച്ച തന്നെ. അതിലൊരു ചർച്ച കാണാം. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു ഉപ്പ മക്കളോട് പറഞ്ഞ്, എന്ത് മോനെ, നീ ഇന്ന് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ പോവാ, പള്ളിയിൽ പോവാ. രാത്രി ആയതുകൊണ്ടും കറണ്ട് പോകുന്നതുകൊണ്ടും ഇടിമിന്നൽ ഇടക്കിടെ വരുന്നതുകൊണ്ടും ഉമ്മാക്ക് എന്തോ ഒരു പേടി. ഉപ്പയാണെങ്കിൽ വയസ്സായി കിടക്കാണല്ലോ. മോനെ ഇന്ന് വീട്ടിൽ നിസ്കരിക്കും. ഇന്ന റമദാൻ 26 ആവിനോ?
ഒരു ഡയലോഗ് കേൾക്കരുത്, വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളൂ. ആ സുന്നത്ത് ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കണം എന്നാ നിയമം. താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നു. കണ്ടോ, സുന്നത്ത് നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ ഉമ്മക്ക് പ്രയാസാവുന്ന കണ്ടാൽ കൈ ഇളക്കിയിട്ട് പോണമെന്നല്ലേ. അപ്പൊ ഫോണിനേക്കാളും ചാർജറിനേക്കാളും ജോലിയേക്കാളും ഭാര്യയേക്കാളും ഒക്കെ പ്രാധാന്യം സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ പ്രാധാന്യമില്ലേ ഉമ്മക്കും ഉപ്പക്കും? കണ്ടോ, ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ ആലിമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കൂലായിരുന്നു എന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഈ മസ്അലകൾ മുഴുവനും കാണാം. ജുറൈജ് റളിയല്ലാഹു അൻഹു വലിയ ആബിദല്ലേ, വലിയല്ലേ. ഔലിയാക്കൾ വിചാരിക്കുന്ന സമയത്ത് കറാമത്തുണ്ടാവോ ഇല്ലയോ എന്ന് ചർച്ച നടക്കുമ്പോ വഹാബികളോട് നമ്മൾ ഉത്തരം പറയലേ എന്നെ ജുറൈജ് റളിയല്ലാഹുവിന്റെ ബുഖാരിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടാ. അപ്പൊ വലിയാണ് മഹാനവർകൾ. എന്നിട്ടും സുന്നത്ത് നിസ്കരിക്കുമ്പോ ഉമ്മ വിളിച്ചപ്പം പോയില്ല എന്നുള്ളതാണ് മഹാന് പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. മാതാപിതാക്കൾ എന്ത് നമ്മളോട് പറഞ്ഞാലും അത് വലിയ ടാസ്ക് ആയിരിക്കും. ആ കോളേജിൽ നിന്ന് ഒഴിവാണ്, അല്ലെങ്കിൽ നീ അവിടെ പെണ്ണ് കെട്ടണ്ട, അവൾ നിനക്ക് പറ്റൂല, നീ ഒരു വാദത്തിന് നിൽക്കാൻ പാടില്ല. ഉപ്പാനും ഉമ്മാനും പൂർണ്ണമായി സ്വീകരിക്കണം. ഉപ്പാക്കും ഉമ്മാക്കും മസല പറഞ്ഞു കൊടുക്കാൻ നീ അങ്ങോട്ട് നിൽക്കണ്ട. ഉപ്പിയുമ്മി ഒരു കാര്യം പറഞ്ഞാൽ ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദൈൻ മിൻ ഉഖൂഖിൽ വാലിദൈൻ. ഉപ്പാനോട് ഉമ്മാനോട് നീ അങ്ങോട്ട് ആയത്തോ ഹദീസൊന്നും ഓതാൻ നിൽക്കണ്ട, നീ അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. കുറച്ച് പഠിച്ച ആൾക്കാര് അങ്ങനത്തെ ഒരു പ്രശ്നക്കാരായി മാറാറുണ്ട് പലപ്പോഴും. ഭയങ്കരമായിട്ട് ഉപ്പാനോടും ഉമ്മാനോടും. മഹാന്മാരോട് ചോദിച്ചില്ലേ ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ? ഉപ്പാനോടും ഉമ്മാനോടൊക്കെ. അതിന് മഹാന്മാര് കൊടുത്ത മറുപടി എന്താ? ഉപ്പാന്റെ ഉമ്മാന്റെ ചെരുപ്പിനോട് വരെ തർക്കിക്കാൻ പറ്റൂല, എന്നിട്ടല്ലേ ഉപ്പാനോടും ഉമ്മാനോടും തർക്കിക്കല്? അവിടെ അനങ്ങാണ്ടെന്നോണം, അനങ്ങാതിരിക്കണം. എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം. തെറ്റല്ലാത്ത ഏത് കാര്യം പറഞ്ഞാലും സ്വീകരിച്ചിരിക്കണം. മോൻ ഇന്ന് പോണ്ട തന്നെ. മോൻ ആ കോഴ്സിന് ജോയിൻ ചെയ്യലും ഉമ്മാക്ക് എന്തോ ഒരു വേണ്ട അത്ര തന്നെ വേണ്ട തന്നെ. അവിടെ അനങ്ങാണ്ടിരിക്കണം. അവിടെ ബ്രേക്ക് ഇടാൻ നമുക്ക് കഴിയണം. 2 മുഖാതബതുഹുമാ ബിലുത്ഫിൻ വഅദബിൻ. ഉപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുമ്പോൾ വളരെ അദബോടുകൂടി സോഫ്റ്റായി സംസാരിക്കണം. എപ്പോഴും ഭാര്യന്റെ ഉപ്പയും ഉമ്മയും സ്വന്തം മാതാപിതാക്കളെ പോലെ പരിഗണിക്കേണ്ടവരാണ് എന്നും കിതാബിന്റെ ഇബാറത്തുണ്ടെന്ന് ഇടയിൽ സൂചിപ്പിക്കുന്നു. മാതാപിതാക്കളോട് സോഫ്റ്റായി അദബോടുകൂടി സംസാരിക്കണം. ചില മഹാന്മാരുടെ ജീവിതം എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഉമ്മാന്റെ അടുത്ത് രോഗം പിടിച്ച ആളെ പോലെ നിൽക്കല്, പാവായിട്ട്. വേറെ ആരെങ്കിലൊക്കെ വന്നിട്ട് ഓർക്കെന്താ അസുഖം നല്ല, ഉമ്മാന്റെ അടുത്ത് അങ്ങനെയാണ് മിണ്ടൂല. അഥവാ ഇബ്നു സീരീൻ തങ്ങൾ മിണ്ടുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാ മിണ്ടലെന്ന് അറിയോ? അങ്ങനെയാ ഉണ്ട്. എന്നിട്ട് ഉമ്മ പോയാല് പെങ്ങളോടേക്ക് ഉമ്മ എന്താ പറഞ്ഞത്? അപ്പങ്ങള് നേരത്തെ പറയുന്നൊന്നും കേട്ടിട്ടില്ലേ? ഇല്ല. പിന്നെ നല്ലാക്കിയത് അത് ഉമ്മാനോട് എന്തേന്ന് ചോദിച്ചാല് അധപകേടാവോന്ന് പേടിച്ചിട്ട് കേട്ട പോലെ അഭിനയിച്ചതാണ്, നിന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചതാണ്. യാ റബ്ബ്, യാ റബ്ബ്. ഇതാണ് ഇന്നലകളിൽ ജീവിച്ച മനുഷ്യരുടെ കഥകൾ. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട്. അല്ലെങ്കിലും നബി ജീവിതം സാധ്യമാക്കുന്ന ഒരാൾക്ക് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ജീവിക്കാൻ തന്നെ പറ്റുള്ളൂ. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തി നബി എന്ന ആയത്ത് മദീന ഷരീഫിൽ അല്ലെങ്കിൽ റൗള ഷരീഫിൽ മദീനയിൽ പോയി മാത്രമുള്ള നിയമമൊന്നുമല്ല. ഹദീസിന്റെ ക്ലാസ്സിൽ ആ നിയമമുണ്ട്, ഷമാഇലിന്റെ ദർസിൽ നിയമമുണ്ട്, മൗലിദിന്റെ മജ്ലിസിൽ നിയമമുണ്ട്. നബി തങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആള് ശബ്ദം ഇങ്ങനെ കുറെ ഒച്ചപ്പാടൊന്നും ആക്കാത്ത ആളായിരിക്കും. അയാളുടെ ലൈഫ് എപ്പോഴും ഹക്കീം അസ്ഹരി ഉസ്താദൊക്കെ ജീവിക്കണ പോലെ ഒരു സോഫ്റ്റ് കോർണറിലായിരിക്കും. അങ്ങനെ നമ്മളൊക്കെ ജീവിക്കേണ്ടത്. കേരളം അങ്ങനെ ആവാനാ ഉസ്താദൊക്കെ ആഗ്രഹിക്കണം. ഒച്ചപ്പാടില്ലാത്തൊരു ലൈഫ്. നടത്തത്തിന് ഒച്ചപ്പാടില്ല, ഇരുത്തത്തിനില്ല, ഒന്നിനുമില്ല. കണ്ടോ, മെല്ലെ 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 സോഫ്റ്റ്. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ, അല്ലാഹുവിന് അത് വളരെ ഇഷ്ടമാണ്.
അപ്പൊ ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യണ്ടെന്ന് വിചാരിക്കും ഈ സദസ്സിൽ. അപ്പൊ എടുക്കുക പിടിക്കുന്നൊന്നും പറയാതെ മെല്ലെ വിതരണം ചെയ്യും. കണ്ടോ, ഇയാൾ വന്നിട്ടുണ്ട്, മെല്ലെ വിതരണം ചെയ്യും. മൂന്നാമത്തത് മാതാപിതാക്കൾ നമ്മളടുത്തേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ താഴ്മയുടെ ചിറകുകൾ കൊണ്ട് അവരെ പൊതിയണം. വളരെ താഴ്മയോടെ ആയിരിക്കണം പിന്നെ നമ്മുടെ പെരുമാറ്റം. എത്ര മഹാന്മാരുടെ ലൈഫ് വായിക്കാൻ പറ്റും. നല്ല പഠനത്തിന് ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങളുടെ ബിർറുൽ വാലിദൈൻ എന്ന കിതാബ് നോക്കിയാൽ മതി. അതിലുണ്ട് ധാരാളം ഇമാമിങ്ങളുടെ ചരിത്രം ഈ വിഷയത്തിൽ മാത്രം. മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് എത്തിയാൽ പിന്നെ നമ്മുടെ ശബ്ദങ്ങളൊന്നുമില്ല, താഴ്മയോടെ ആയിരിക്കും. വളരെ താഴ്മ നമുക്കുണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. 4 തഖ്ബീലു യദൈഹിമാ സ്വബാഹൻ വമസാഅൻ വഫിൽ മുനാസബാത്ത്. രാവിലെയും വൈകുന്നേരവും വിശേഷ ദിവസങ്ങളിലുമെല്ലാം മാതാപിതാക്കളുടെ കൈ ചുംബിക്കണം. മാതാപിതാക്കളുടെ നെറ്റിത്തടം ചുംബിച്ചാൽ അയാൾക്ക് നരകമോചനമുണ്ട് എന്ന് പറയണ മതം നമ്മുടെ മതം. അത് ഉമ്മ മയ്യത്തായാൽ നെറ്റിക്ക് ചുംബിക്കണം എന്നല്ല പറയണത്. ജീവിക്കുന്ന കാലത്ത് അവരോട് ഏറ്റവും സ്നേഹമസൃണമായ പെരുമാറ്റമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. 5 അൽ മുഹാഫളതു അലാ മാലിഹിമാ. മാതാപിതാക്കളുടെ സമ്പത്ത് നമ്മൾ സംരക്ഷിക്കണം. ഉപ്പാനോട് ഏതെങ്കിലും തരത്തിൽ കളവ് പറഞ്ഞിട്ട് ഫീസ് അടക്കണം എന്നോ മറ്റോ പറഞ്ഞ് കളവ് പറഞ്ഞ് ഉപ്പാന്റെ അടുത്ത് നിന്ന് പണം വസൂലാക്കിയാൽ അത് വലിയ അദബുകേടായി മാറും. ബാക്കിയുള്ള ആളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെങ്കിൽ അത് മാതാപിതാക്കളുടെ വിഷയത്തിലാകുമ്പോൾ വൻകുറ്റമായി മാറുമെന്നാണ് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്. ഒരാളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെന്ന് കരുതുക, അത് ഉപ്പാന്റെ ഉമ്മാന്റെ വിഷയത്തിലാകുമ്പോൾ അത് വൻദോഷമായി മാറും. വെറും ഹറാമല്ല, വൻദോഷമായി മാറും. ബുൽഖീനി ഇമാമിനെ ഉദ്ധരിച്ച് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് സവാജിറിൽ കൊണ്ടുവരുന്നുണ്ട് ആ ആശയം. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ഉദാഹരണം പറയാം, ഒരാള് കളവ് പറയുക എന്നുള്ളത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയൽ വൻദോഷമാണ്. അത് വെറും ഹറാമല്ല, വൻദോഷം. കണ്ടോ? അതുപോലെ മാതാപിതാക്കളുടെ സമ്പത്തിൽ നമുക്ക് നല്ല സൂക്ഷ്മത ഉണ്ടാകണം. ചെറിയ പ്രായം മുതലേ ആ സൂക്ഷ്മത നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവരെ പറഞ്ഞു പറ്റിച്ചിട്ട് പ്രായമുള്ള കാലത്ത് ഉപ്പാനെ പറഞ്ഞു പറ്റിച്ച് അനന്തര സ്വത്തൊക്കെ പല വഴിയിലേക്ക് തിരിച്ചുവിടുന്ന ആൺപിള്ളേരുണ്ട്. മോനെ, നിന്റെ മകൻ ബുദ്ധിമാന്യമുള്ളവരായിട്ടോ അംഗവൈകല്യമുള്ളവരായിട്ടോ ഭാവിയിൽ നിനക്ക് കാണാം. പല കുടുംബങ്ങളിലും ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ അനന്തര സ്വത്ത് വേണ്ട വിധത്തിൽ വിതരണം നടന്നിട്ടുണ്ടാവില്ല. അനർഹമായ സ്വത്ത് നമ്മൾ വസൂലാക്കിയാൽ പിന്നെ നമ്മൾ വളർത്തുന്ന മക്കൾ സ്വാലിഹീങ്ങളാവില്ല എന്നാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഒരാള് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യക്ക് കൊടുക്കുന്ന മഹറും പിന്നീട് ഭാര്യക്ക് കൊടുക്കുന്ന ചെലവിന്റെ പണവും പൂർണ്ണമായ ഹലാലായാൽ അവർക്ക് ജനിക്കുന്ന അവര് വളർത്തുന്ന മക്കൾ സ്വാലിഹീങ്ങളാകുമെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം നജ്മുദ്ദീൻ അൽ ഗസ്സി റഹ്മഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. കേട്ടിട്ടില്ലേ? ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഉസ്താദ്, ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഉസ്താദും വാപ്പയൊക്കെ ആയ ആളാരാ? ഇസ്മായിൽ എന്നവരാണ് റളിയല്ലാഹു അൻഹു. വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ ഇസ്മായിൽ എന്ന വാപ്പാന്റെ മോന മുഹമ്മദ് എന്ന ഇമാം ബുഖാരി തങ്ങൾ, മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇസ്മായിൽ എന്ന വാപ്പ വഫാത്താകുമ്പോൾ
എന്താ പറയുന്നത്? സിയർ വഅലാമിൻ നുബലയിൽ വായിക്കാം. ആ വാപ്പ പറയുന്നുണ്ട്, എന്റെ മകന് ഞാൻ അനന്തരമായിട്ട് വെച്ചുള്ള സ്വത്തിൽ ഒരു ദിർഹമോ ഒരു അര ദിർഹമോ ഹറാമ് പോയിട്ട് ശുബ്ഹത്ത് പോലും ഇല്ല. ആ ഹലാലായ പണം കൊണ്ട് യാത്ര ചെയ്ത് ഹദീസുകൾ കണ്ടെത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി എന്ന ക്രെഡിറ്റ് നേടിയ ബുഖാരിയുടെ ഗ്രന്ഥകർത്താവ് സയ്യിദുന ഇമാമുനൽ ബുഖാരി റളിയല്ലാഹു. ഉപ്പാന്റെ ആ ബർക്കത്ത, സ്വത്തിലെ സൂക്ഷ്മതയാണ് ഈ മകന് കിട്ടിയിട്ടുള്ളത്. വാപ്പാന്റെ സ്വത്ത് പറ്റിക്കരുത്. വാപ്പാക്ക് തീരെ കഴിവില്ല, എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിടിപ്പിക്കുക. മൂമിനെ, നീ അത് ചെയ്യാൻ പാടില്ല. ഹറാമായ പണം കൊണ്ട് നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ഈ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? പണം കൊണ്ട് ബർക്കത്ത് ഉണ്ടാവില്ല എന്നതിനെ വിശദീകരിക്കുന്ന ഒരു കിതാബിനുണ്ട്. യൂസുഫ് നബ്ഹാനി തങ്ങൾക്ക് ദലീലു തുജാർ. മുഴുവൻ ബിസിനസ്സുകാരും ഏതെങ്കിലും ഒരു സോൺ പ്രസിഡന്റായ ഉസ്താദിനെ കൊണ്ടോ ഗാർഡനിലെ ഒരു മുദരിസായ ഉസ്താദിനെ കൊണ്ടോ അത് നിർബന്ധമായും ഓതി പഠിച്ചാൽ 2 ആഴ്ച കൊണ്ട് അത് പൂർത്തിയാവും ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ബിസിനസ്സിലൊക്കെ ഭയങ്കര ബർക്കത്തായിരിക്കും. കിതാബിന്റെ പേര് ഞാൻ ഒന്നുകൂടി പറയാം, യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ദലീലു തുജാർ. ബിസിനസ്സുകാർ ഓതി പഠിക്കേണ്ട കിതാബാണ്. എന്താണ് ആ കിതാബിന്റെ പ്രമേയം? എങ്ങനെയാണ് ഹലാലായ രീതിയിൽ കച്ചവടം നടത്തേണ്ടത്? വിഷയത്തിൽ അനവധി കിതാബുകൾ ഉണ്ടെങ്കിലും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരുപാട് കിതാബുകൾ ഒന്നിച്ചു നോക്കിയാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ ചെറിയ കിതാബിൽ നിന്ന് നമുക്ക് ലഭിക്കും. അല്ലാഹു ഈ നബ്ഹാനി ഇമാമിന് റഹ്മത്ത് ചെയ്യട്ടെ, അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ആ കിതാബിൽ കാണാം, പണം കൊണ്ട് ഒരാൾ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പണം കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. അതാണ് അതിന്റെ അർത്ഥം. ഒരർത്ഥം, ആഖിറത്തിൽ ഉപകാരമുള്ള ഒരു കാര്യവും ചെയ്യാൻ അയാൾക്ക് കഴിയൂല ആ പണം കൊണ്ട്. 5 പൈസ നമ്മൾ വാപ്പാനെ ഉമ്മാനെ പറ്റിച്ചിട്ട് കയ്യിലാക്കിയാൽ അത് വലിയ പ്രശ്നമായിരിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഷോപ്പിൽ അയക്കുന്ന സമയത്ത് തന്നെ 100 രൂപ കൊടുത്ത് തക്കാളിയും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങാൻ അയച്ചാൽ അതിന്റെ ബാക്കി കറക്റ്റ് നിങ്ങൾ വാങ്ങണം, കുട്ടികൾ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. ബാക്കിയുള്ള ആളെ പറ്റിക്കണമല്ല ഉമ്മാനും ഉപ്പാനും പറ്റിക്കണത്. ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് അന്യ പെണ്ണിനോട് അന്യ ചെക്കനോട് ചാറ്റ് ചെയ്യുന്ന ഒരു +2 കാരൻ SLC കാരൻ എന്നിട്ട് ഉമ്മാനെ പറ്റിക്കാൻ നമ്പറോ പേരോ സേവ് മാറ്റി ചെയ്യാം. മോനെ, നിന്നെ അള്ള വെറുതെ വിടും. വേറെ ആരെങ്കിലും പറ്റിക്കണമല്ലേ ഉമ്മാനെ പറ്റിക്കണല്? വേറൊരാളോട് ചെയ്യുന്ന ഒരു കാര്യം ഹറാമാണെങ്കിൽ ഉമ്മാനോട് ചെയ്യുന്നത് അത് വൻദോഷാവുന്നല്ലേ ഇമാമികൾ പറഞ്ഞത്? മോനെ, നീ അത് ശ്രദ്ധിക്കണം. 5. ആറാമത്തത് ഇക്റാമുഹുമാ വഇഅതാഉഹുമാ കുല്ലമാ യത്ലുബാൻ. ഉപ്പിയുമ്മിയും എന്തൊക്കെ നിന്നോട് ചോദിക്കുന്നുണ്ടോ അതൊക്കെ കൊടുക്കണം. എന്താണോ നിന്നോട് ഉമ്മയും വാപ്പയും ചോദിക്കണത് അത് കൊടുക്കണം. ഒരു സ്വഹാബി വന്നിട്ട് പരാതി, എന്റെ വാപ്പ എന്റെ സ്വത്ത് എടുക്കുന്ന നബിയേ. അപ്പൊ വാപ്പാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാ എന്തേ? അപ്പൊ വാപ്പ നീണ്ട ഒരു കവിത പാടിക്കൊടുത്തു. അതിന്റെ ആശയം എന്താ വെച്ചാൽ, ഞാൻ ഈ മോനെ ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയ നബിയെ, എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ. ഇവന് വേണ്ടിയിട്ട് ഞാൻ രാത്രി എത്ര ഉറക്കൊഴിഞ്ഞു. ഇവന് അസുഖമായ ഞാൻ ഉറങ്ങാറുണ്ടോ? ഇവന് എന്തെല്ലാം ഖിദ്മത്ത് ഞാൻ ചെയ്തു കൊടുത്ത്. അന്നൊക്കെ ഞാൻ മനസ്സിൽ മോഹിച്ചു പോയത് എൻ്റെ മോന് വലുതായാൽ എനിക്ക് പ്രായമായാൽ ഖിദ്മത്ത് എടുക്കാൻ പറ്റും എന്നാണ്. ഇപ്പൊ നേരെ തിരിച്ചാണല്ലോ. ഞാനെന്താ പറയാ നബിയേ? ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി കരഞ്ഞുപോയി. അൻത വമാലുക ലി അബീക്. നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ്. ഉപ്പ എടുക്കുന്നുള്ള പരാതിയായിട്ട് ഇങ്ങോട്ട് വരണ്ട. അതിന്റെ അർത്ഥം ഉപ്പാക്ക് ആവശ്യമുള്ളത് എടുക്കാന്നാണ് കേട്ടോ. അക്കൗണ്ട് മൊത്തം എംറ്റി ആക്കാമെന്ന് ഈ ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. താരീഖുൽ ഖുലഫയിൽ ഇമാം സുയൂത്തി റഹിമുള്ള ഒരു ചരിത്രം ഇതിന് ഉപോത്ഭകമായി കൊണ്ടുവരുന്നുണ്ട്. എന്താ ചരിത്രം? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാൾ പരാതിയായിട്ട് വന്നു. എന്താ പരാതി? എന്റെ മോന്റെ സ്വത്ത് എടുക്കുന്നതിലോ എനിക്ക് പരാതിയുണ്ട്. അങ്ങനെ ഫുൾ എടുക്കാൻ പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, നീയും നിന്റെ സ്വത്ത് ഉപ്പാക്കുള്ളതാണ്, അവൻ പിന്നെ എടുക്കാന്നല്ലേ? അത് ആവശ്യമുള്ളത് എടുക്കാന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം കേട്ടോ. ആവശ്യമുള്ളത്.
മോന് ആവശ്യമുള്ളതും ഉപ്പാക്ക് കൊടുക്കണില്ല, ഉമ്മാക്ക് കൊടുക്കണില്ല. അപ്പോൾ എടുക്കാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിഷയത്തിന്റെ കാമ്പിലേക്ക് തിരിച്ചു വരുന്നു. ഉപ്പിയും ഉമ്മയും ചോദിക്കുന്നൊക്കെ കൊടുക്കണം, എല്ലാം കൊടുക്കണം. അതിൽ പിശുക്ക് കാണിക്കരുത്. കൊടുത്താൽ മാത്രം പോരാ. മാതാപിതാക്കൾക്ക് കൊടുത്ത കാര്യം ഒരാളോടും ദുനിയാവിൽ പറയാൻ പാടില്ല. ഈവൻ നിന്റെ വൈഫിനോട് പോലും പറയരുത്. ഫാത്തിമ, ഈ പ്രാവശ്യത്തെ ക്യാഷ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചുതരാം, കാരണം ഉപ്പാന്റെ ഒരു അയ്യേ ഉപ്പാന്റെ എന്തട കഷ്ടമല്ലേ. നീ ഉപ്പാക്കും ഉമ്മാക്കും മത്സ്യം വാങ്ങിക്കൊടുത്തതോ ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുത്തു നിന്റെ ഭാര്യനോട് പറയാൻ നിന്റെ തലക്കെന്തട തലച്ചോറും നെയ്ച്ചോറും ഇല്ലെങ്കിൽ വെറുംചോറെങ്കിലും വേണ്ടേ? ഇതെന്തൊരു കഷ്ടമാണ്, എന്തൊരു നാണക്കെട പരിപാടിയാണ്. ഭാര്യനോട് പറയാനോ? എന്നാ പോട്ടെ, അതെടുക്കട്ടെ. ഉമ്മാനോട് തന്നെ പറയാൻ പറ്റോ? ഉമ്മ എന്താ എന്നോട് ചോദിക്കണത്? ഞാനെന്താ പൈസ ഇടുന്ന ഖത്തറിന്ന് പിന്നെ പറിക്കണ്ടോ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ 5000 തന്നത്? അങ്ങനെ പറയാൻ പറ്റോ? അങ്ങനെയും പറയാൻ പാടില്ല. അയ്യുഹൽ വലദിൽ ഗസാലിമാം പറയുന്നു, പറയരുത്. ഉപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുത്ത അനുഗ്രഹം പറയൽ അദബ് കേടാ, പറയാൻ പാടില്ല. ഇനി ഒരിക്കലും പറയാൻ പാടില്ല. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം തന്നെ പറഞ്ഞൂടെ? ഇനിയിപ്പൊ ആദ്യം വെയിലത്ത് പോകാനോ? ഞാൻ ചോദിച്ചിട്ടില്ല എന്തൊക്കെ വാങ്ങണോ? ഏതാ ഡയലോഗ് മോനെ? ഡേറ്റ് ഉണ്ടെങ്കിൽ സംവാദത്തിന് വിളിക്കണല്ലോ ഉപ്പര. എന്താ കഥ? അങ്ങനെ ഉണ്ടോ ഉമ്മാനോട് ഉപ്പാനോട് പറയല്? പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല. പറയാൻ പറ്റൂല. പെൺകുട്ടികളും പറയരുത്. ഡൈനിങ് ഹാളും 4 ബെഡ്റൂമും ഞാൻ അടിച്ചു വാരിയില്ലേ, ബാക്കി അടിച്ചു വാരാൻ ഫാത്തിമാനോട് പറയും. ഒരു വാക്കും ഉണ്ടാൻ പാടില്ല. ഉപ്പാക്കും ഉമ്മാക്കും നീ ചെയ്തു കൊടുത്ത ഒരു കാര്യവും പറയാൻ പാടില്ല. അതേസമയം തിരിച്ച് ഉപ്പാക്കും ഉമ്മാക്ക് എന്തും പറയാം, അതിലൊരു പ്രശ്നമില്ല. അത് അവരുടെ അധികാരമാണ്. ഉപ്പാക്ക് പറയാ, ഓ ഒരു 5000 ചോദിക്കുമ്പോക്ക് നിന്റെ എല്ലാം ഓരോ കളി. നിന്റെ ആ +1 ഫീസ് ഞാൻ എങ്ങനെ അടച്ചെന്നറിയാം മോനെ? നിന്റെ ആ കൊറോണ കാലത്ത് ഞാൻ എങ്ങനെ എനിക്ക് ഫോൺ വാങ്ങി തന്നറിയോ? അത് പറയാ. ഒരു വാത്തിലാവില്ല, സ്വതക്ക വാത്തിലാവില്ല. അത് ഉപ്പക്കും ഉമ്മക്കും അള്ള കൊടുത്ത അധികാരമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഉപ്പിയുമ്മി എന്ത് ചോദിച്ചാലും കൊടുക്കണം. അത് നമുക്ക് ഏറ്റവും വില പിടിപ്പുള്ള ഒരു വാച്ച്, ഒരു ഫോണ്, മോനെ അത് ഉപ്പാക്ക് രസമുണ്ടല്ലോ എന്ന് പറയാൻ കൊടുക്കും. വേറെ വർത്താനൊന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ വിജയം മുഴുവനും കിടക്കണം. ഞാൻ ഈ അടുത്ത് മഞ്ചേശ്വരം സോണിന്റെ സ്നേഹലോകം SOSന്റെ പ്രോഗ്രാമിന് പോയി. അങ്ങനെ പോയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ അതിന്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് പോയി. ഒരു തങ്ങള വീടാണ്, ഷാർജയിലുള്ള നമുക്ക് സംഘടനയിലൊക്കെ വലിയ റോള് വഹിക്കുന്ന ഒരു സയ്യിദിന്റെ വീടാണ്. അവരുടെ ഹൗസ് വാമിങ്ങിന് എനിക്ക് ഏതായാലും പോകാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും അവിടെ എത്തിയ സ്ഥിതിക്ക് പോയാൽ സന്തോഷല്ലേ എന്ന നിലക്ക് തങ്ങളെ വിളിച്ച് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ആ വീട്ടിലെത്തിയിട്ട് സൽക്കാരൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് ഇറങ്ങുമ്പോ എന്നോട് സയ്യിദ് പറഞ്ഞു, സാദേ എന്റെ ഉമ്മാന്റെ റൂമിൽ ഒന്ന് കയറാൻ. അപ്പൊ ഞാൻ ഇങ്ങനെ അന്താളിച്ചു പോയി. ഉമ്മ ഉണ്ടെങ്കിൽ ഏതായാലും ആ റൂമിൽ കയറാൻ പാടില്ല, കാണാൻ പാടില്ലല്ലോ, അന്യവണ്ടല്ലേ. ഉമ്മ ഇല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് കയറിയിട്ട് ഉമ്മാന്റെ റൂമിൽ കയറി എന്താ പ്രത്യേകിച്ച്? എനിക്ക് പെട്ടെന്ന് ഇതിനെന്ത് ഉത്തരം പറയേണ്ടതൊന്നും മനസ്സിലായില്ല. ഞാൻ അതിന് അത്ര കണ്ട് ആദ്യം മെയിൻറ്റെയിൻ ചെയ്തില്ല. രണ്ടാമത് തങ്ങൾ ഓർമ്മ ഉമ്മാന്റെ റൂമിൽ ഒന്ന് കയറിയിട്ട് പോസ്തേ. അങ്ങനെ എന്നെ വിളിച്ച് കയറ്റി. അപ്പൊ ആ റൂം വളരെ അടിപൊളി ബെഡ്റൂം. എന്നിട്ട് തങ്ങൾ ആ റൂമിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാം? എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാക്കിയത് ഈ റൂമിന് വേണ്ടിയിട്ടാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല ബെഡ്റൂം. ഇതെൻ്റെ ഉമ്മാക്കുള്ള അവസ്ഥ. ഏറ്റവും വൃത്തിയുള്ള റൂം എൻ്റെ ഉമ്മാക്കുള്ളതാണ്. പിന്നെ ആ റൂമിലെ കണ്ട ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ, ആ കിടക്കുന്ന ആ ഭാഗമുണ്ടല്ലോ, തലയണ വെക്കുന്ന ആ സ്ഥലത്ത് എൻ്റെ നേരെ മേലെ ചുമരിന്റെ മേലെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഉമ്മാനെ സ്നേഹിക്കുന്ന ഓരോ രൂപേ. സുബ്ഹാനല്ലാഹ്. ഉമ്മ എന്താണോ നമ്മളോട് ചോദിക്കണത്, ഉപ്പ എന്താണോ ചോദിക്കണത്, അത് കൊടുക്കണം. അതിലൊരാശങ്കയും നമ്മൾ കാണിക്കാൻ പാടില്ല. 7 മുശാവറത്തുഹുമാ ഫീ കുല്ലിൽ അഅ്മാലി വൽ ഉമൂർ. ഉപ്പയും ഉമ്മയും നമുക്ക് ജീവിച്ചിരിപ്പുള്ള കാലത്ത് അവരോട് നമ്മുടെ എല്ലാ കാര്യവും മുശാവറ നടത്തണം. അടുത്ത കൊല്ലം ഗവൺമെന്റിൽ ഹജ്ജ് കൊടുക്കണമെന്നുണ്ട്. ഉമ്മാരെ അഭിപ്രായം എന്താ? ഉപ്പാരെ അഭിപ്രായം എന്താ?
പിന്നെ PG ഉമ്മാക്ക് PG ഏത് യൂണിവേഴ്സിറ്റി അങ്ങനെയൊന്നും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. CA CMA BPharm BDS എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. പക്ഷെ ആ ബർക്കത്തുള്ള നാവിൽ നിന്ന് ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കണം. ഉമ്മാരെ അഭിപ്രായം എന്താ? ഇങ്ങനെ ഒരു അന്വേഷണം വന്നതിന് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഉപ്പിയും എന്താ പറയുന്നത് അതുപോലെ ചെയ്യാം. എന്ത് ബർക്കത്തുണ്ടാവും ആ കുടുംബത്തില്, എന്തൊരു സ്വാലിഹീങ്ങളായിരിക്കും ആ ദാമ്പത്യത്തിൽ ജനിക്കുന്ന സൂനങ്ങൾ. ഞാനൊരു പെണ്ണിനെ കണ്ടിന്, ആ പെണ്ണിനെ കിട്ടിയിരിക്കും, അതിന്റെ അപ്പറുമില്ല ഇപ്പറുമില്ല. എന്താ ഇത് പറയേണ്ടത്? ആരോടാ? ആദ്യത്തെ 1 മാസം കൊണ്ട് ഉമ്മാനെ സമ്മതിപ്പിക്കാൻ കൺവിൻസ് ചെയ്യും. പിന്നെ ഉപ്പനോട് ഉമ്മയും പറയും നിങ്ങളും സമ്മതിച്ചു കൊടുത്തേ. അതൊക്കെ ഒരു കഥയുള്ള സമ്മതമായിരിക്കും. എത്രത്തോളം ബർക്കത്തുണ്ടാവും എന്ന് കണ്ടറിയാം. ബാക്കി എല്ലാ തെറ്റും ഒരുവിധം അള്ളാഹ് ആഖിറത്തിലേക്ക് പോസ്റ്റ് പോണ്ട് ചെയ്യും. ഉമ്മാനോട് ഉപ്പാനോടുള്ള കുരുത്തക്കേടിന് ദുനിയാവ് തന്നെ അള്ളാഹ് തരുമെന്നാണ്. അതങ്ങനത്തെ ഒരു പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഹാക്കിം ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. ഏത് കാര്യം ഉപ്പാനോടും ഉമ്മാനോടും മുഷാവറ നടത്തണം. ഉമ്മ ഇങ്ങനെയാണ് വീടിന്റെ പ്ലാന്, ലിവിങ്, ബെഡ്റൂം, ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഉമ്മാക്ക് അത് ചിലപ്പോ മനസ്സിലാവില്ല. ഇത്ര 3000 സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കണം, ഉമ്മാനോടെല്ലാം പറയാം. ഉമ്മ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഉമ്മ പറയുന്ന ആ ബർക്കത്തുള്ള നാവുകൊണ്ട് മോൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആ ദുആ, ദാറ്റ്സ് ഇനഫ്. അത് മതി നമുക്ക്. ദുനിയാവ് കിട്ടും, ആഖിറും കിട്ടും. ആ വീട് ഒരു ബർക്കത്തുള്ള വീടായിരിക്കും. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എങ്ങനെയാ ദുആഇന് ഇജാബത്തുള്ള മോനായത്? ബർറലി ഉമ്മിഹി, ഉമ്മാന്റെ ബർക്കത്ത് നേടിയ, ഉമ്മാന്റെ ദുആ കിട്ടിയ മോനാണെന്ന് നമുക്ക് ഹദീസുകളിൽ പഠിക്കാം. സ്വഹാബിയാവാനുള്ള ഗോൾഡൻ ചാൻസ് ഉണ്ടായിട്ടില്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്? എന്നിട്ടും സ്വഹാബിയാവാൻ എന്തുകൊണ്ട് യമനിൽ നിന്ന് ഖർനിൽ നിന്ന് വന്നില്ല? ഉമ്മാനെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെയാ പോവാ? ഇപ്പോൾ നമ്മളെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരിക. വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ വൃദ്ധസദനങ്ങളാണ്. പ്രായമുള്ള ഉപ്പിയുമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. മക്കള് 4 ആൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരുത്തൻ ഖത്തറിൽ, ഒരുത്തൻ കുവൈത്തിൽ, ഒരുത്തൻ ബഹ്റൈനിൽ, ഒരുത്തൻ ഒമാനിൽ. മൂത്ത 3 മക്കളോട് പറഞ്ഞാലും അവര് ചൂടാകും എന്നതുകൊണ്ട് ഉമ്മ പറയാൻ നിന്നിട്ടില്ല. ലാസ്റ്റത്തെ മോനോട് ചോദിച്ച് നീ എന്നാ വരോടാന്ന്. എങ്ങനെ വരിക? നല്ല ഡ്യൂട്ടിയും നല്ല ശമ്പളമൊക്കെ അല്ലേ, നിന്റെ ഭാര്യ ഫാത്തിമാനെങ്കിൽ അയച്ചൂടെ? ഓളോട് ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ ഓള് പറയുന്നു നിങ്ങില്ലാണ് ഞാൻ എങ്ങനെ നിക്കല്, മിസ്സിങ്. മുത്തങ്ങ ബിബസ്നി മുത്തങ്ങ. ഉപ്പാക്കുമ്മാക്കൊന്നും ഹിദ്മത്തിനൊന്നും നമ്മളെ കുട്ടികളിപ്പോ കിട്ടൂല. ഞാൻ അതിന്റെ ഇബാറത്ത് ഇത് ഈ കിതാബ് വായിക്കേണ്ട വഴി. ഏത് കാര്യവും ഓരോടൊന്നും മുഷാവറ നടത്താം. ഉമ്മ എന്താ പറയുന്നത് അതുപോലെ ചെയ്യാം. അങ്ങനത്തെ നല്ല കുട്ടികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പരിചയമുള്ള ഒരു കൂട്ടുകാരുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ. 1-ലധികം ഷോപ്പുണ്ട് തളിപ്പറമ്പ് ടൗണിൽ. ആ കുട്ടി ഓന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് ഓൻ എന്താ ചെയ്യലെന്നറിയാം? 9 മണിക്ക് പോസ്റ്റർ അടിച്ചിട്ടുള്ള പിന്നെ ഇനാഗ്രേഷനിൽ വേറെ ഉണ്ടാവും. പക്ഷെ സുബീഖ് ഓന്റെ വാപ്പിയും ഉമ്മയും അത്യാവശ്യം പ്രായമുണ്ട്. അവരെ കാറിൽ കൂട്ടിട്ട് വന്നിട്ട് ഉമ്മാനെ കൊണ്ട് ചാവി തിരിപ്പിക്കും, ഉപ്പ ഷട്ടർ തുറക്കും. അതാണ് ഓന്റെ ഉദ്ഘാടനം. ഒരു ലഡു ഇല്ല, ഒരു ജിലേബി ഇല്ല, ഉപ്പാരുമാരും പൊരുത്തുള്ള കൈയുണ്ട്. അത് മാത്രം എനിക്ക് വേണ്ടു. വലിയ മൗലാറും സയ്യിദും മുത്തലിമൊന്നും അല്ല, ഒരു സാധാ മോന്. ചില ആൾക്ക് അങ്ങനെ ജന്മനാ കുരുത്തും പൊരുത്തും കിട്ടും. അതങ്ങനെയാ. അങ്ങനത്തെ ചില കുട്ടികളുണ്ട്. 8ാമത്തത് ഉപ്പാക്കുമാക്കും നമ്മൾ ദ്വാരക്കണം എപ്പോഴും. മാതാപിതാക്കൾക്ക് ദ്വാ ഇല്ലാത്ത മക്കൾക്ക് ഭാവിയിൽ ബർക്കത്തുണ്ടാവില്ല എന്നാ ഷർവാനി ഇമാം എഴുതി വെച്ച്. അവർക്ക് ദാരിദ്ര്യത്തിന് സാധ്യത ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉപ്പാക്കുമാക്കും ദ്വാരന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കെ ഈ ദ്വാ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കല്? ഇവിടെ വെറുതെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, മാതാപിതാക്കൾക്ക് 5 വക്ത നിസ്കാര ശേഷം ദ്വാരക്കുന്നവർ എത്ര ഉണ്ട്? നിങ്ങളെ പ്രതികരണം എനിക്കറിയും. എന്തായിരിക്കും? താഴേക്ക് നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ലല്ലോ, കുറെ നേരം. അടുത്ത പോയിന്റ് എത്തുന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് ആരും നോക്കൂല. മാതാപിതാക്കൾക്ക് എപ്പോഴും ദ്വാരക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാന്, ഉപ്പാരുമാരും പൊരുത്തം കിട്ടാൻ അതൊരു കാരണമാകും. 9 ഇദാ കാന ഇൻദഹുമാ ളൈഫുൻ,
ഉപ്പാന്റെ അടുത്ത് ഉമ്മാന്റെ അടുത്ത് അതിഥി ഉണ്ട് എന്ന് കരുതുക. മൂത്തമ്മ വന്നിട്ടുണ്ട്, ഇളയമ്മ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാതിലിന്റെ അടുത്ത് അടുത്ത് പോയിട്ട് കരുത്. വാതിലിന്റെ അടുത്ത് എന്തിനാന്ന് കിതാബിൽ പറയുന്ന കാരണം എന്താ അറിയാം? ഉമ്മ ചിലപ്പം പുരികം കൊണ്ടോ കണ്ണുകൊണ്ടോ ആക്ഷൻ കാണിക്കും. വീട്ടിലൊന്നുമില്ല, മുട്ടിയും ബ്രെഡും വാങ്ങിയിട്ട് വരീന്നെങ്ങാനും പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വേഗം കിച്ചന്ന് ചായ കാപ്പി എടുത്തിട്ട് വരീന്ന് പറയാനായിരിക്കും. അതുകൊണ്ട് അടുത്തു പോയി നിൽക്കാതെ ദൂരത്ത് നിന്നിട്ട് ഉപ്പ എന്താണ് ഉമ്മ എന്താണ് പറയുന്നത് എന്ന് മെല്ലെ നോക്കുക, നിരീക്ഷിക്കുക. അതൊരു അദബുള്ള മക്കളുടെ ജീവിത ചിട്ടയാണെന്ന കിതാബ് പറയണം. 10 ഉപ്പിയും കൽപ്പിക്കാതെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. സർപ്രൈസ് ആയിട്ട് സമ്മാനം വാങ്ങി കൊടുക്കാം. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നാലിന്ന ഫ്രൂട്ട് ഐറ്റം, പേരക്ക, ആപ്പിള്, സിട്രസ്, ഓറഞ്ച്, റുമ്മാൻ, എന്തെങ്കിലും അത് 2 കിലോ വാങ്ങും. ഇത് മുറിച്ചു കൊടുക്കുക. ഞാൻ ഭക്ഷണം കഴിച്ചതാണ്, മോൻ കൊണ്ടുവന്നോണ്ട്. അങ്ങനെ കണ്ട ഉമ്മാക്കൊരു സന്തോഷം. ആ സന്തോഷത്തിൽ കിട്ടുന്ന ദുആ മതി നമുക്ക് രക്ഷപ്പെടാൻ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത്, അയക്കുറ മീൻ, അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഉപ്പാക്ക് ഉപ്പ എന്താ ഇത്, ആ ചിരിയിലെല്ലാം ഉണ്ട് സത്യത്തിൽ. അവര് കൽപ്പിക്കാതെ തന്നെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉമ്മ ഇശാ നിസ്കാരത്തിന് കയറിയപ്പോൾ കിച്ചന് മൊത്തം വൃത്തിയാക്കി, പാത്രം മൊത്തം വൃത്തിയാക്കി, ഡ്രസ്സൊക്കെ അലക്കി ഉണക്കാനിട്ട് ഇതാരാണ് അത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. നമ്മളെ ഭാര്യനെ അത് ശരിക്കും പഠിപ്പിക്കണം. ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ കുറച്ചൊക്കെ കിതാബ് ഓതിയിട്ട് വീട്ടിൽ പണിയെടുക്കൽ നിർബന്ധമൊന്നും ഇല്ലാന്നല്ലേ ഷാഫി ഫിഖ് എന്നൊക്കെ വളരെ സ്റ്റൈലായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം പഠിച്ച ആൾക്കാർക്ക് ആ ദുരന്തം വരുന്നുണ്ടോ എന്നൊരു ഭയം, ഒരു പേടി. അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇൽമ പഠിക്കുന്നതിനനുസരിച്ച് മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് എടുക്കല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടത്? അതല്ലേ വേണ്ടത്? മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നത് നമ്മൾ ചെയ്യണം. സാധാരണ ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചാൽ, സാധാരണക്കാരനായ ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചാൽ തന്നെ നമുക്ക് അർശിന്റെ തണല് കിട്ടും, മലക്കളുടെ ദുആ ലഭിക്കും. ഏറ്റവും നല്ല അമല് ചെയ്ത ആളായിട്ട് ഏടിൽ എഴുതപ്പെടും. ആഖിറത്തിൽ കൈച്ചലാവും, ഈമാനോടെ മരിച്ചു കിട്ടും. എന്തെല്ലാം ഓഫർ ഉണ്ട് ഇദ്ഖാലു സുറൂറി ഫീ ഖൽബിൽ മുഅ്മിൻ എന്ന നന്മക്ക്. എത്ര ഈച്ചക്ക് മഷി കൊടുത്തതിന്റെ പേരിൽ, നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയ, ദോഷങ്ങൾ പുറത്തു കൊടുത്ത, ദറജ വർദ്ധിപ്പിച്ച എത്ര ചരിത്രങ്ങൾ കിതാബിലുണ്ട്. സാധാരണ ഒരു പൂച്ചന്റെ തണുപ്പകറ്റിയതിന്റെ പേരിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട കഥയില്ലേ കിതാബില്? ഇല്ലേ? ഉണ്ട്. ഒരു മുഅ്മിനെ സന്തോഷിപ്പിച്ചാലോ? അപ്പൊ പിന്നെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന ആൾക്ക് എങ്ങനെ സ്വർഗം കിട്ടാണ്ടിരിക്കുക? അവരെ സന്തോഷിപ്പിക്കും. അല്ലെങ്കിലും ഈ സമ്മാനങ്ങൾ എന്ന് പറയുന്നതിന് വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമില്. തഹാദ്ദു തഹാബ്ബു എന്നാണ്. സമ്മാനങ്ങൾ നിങ്ങൾ പരസ്പരം കൈമാറൂ, നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കും. ഭാര്യക്ക് നല്ല സമ്മാനം കൊടുക്കുന്ന ഭർത്താവ് ആവണം. എന്തെങ്കിലും വേണ എന്ന് ചോദിച്ചാൽ അവർ വേണ്ടാന്ന് തന്നെ പൊതുവെ അവര് റെഡിമെയ്ഡ് മറുപടി പറയുള്ളൂ. എന്നാലും അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചോക്ലേറ്റ് ഐറ്റമോ ഐസ്ക്രീമോ എന്താണോ ഡ്രസ്സോ, ഓരോരാളും ഓരോ വൈബായിരിക്കും, അത് വാങ്ങിക്കൊടുക്കും. വീട്ടിലേക്ക് മുളക് പൊടി, ചായപ്പൊടി, മൈദപ്പൊടി, സാമ്പാർ പൊടി, മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം എല്ലാം കിച്ചണിലോ സ്റ്റോർ റൂമിലോ വെച്ചതിന് ശേഷം ഭാര്യനെ വിളിക്കുക ഭർത്താവ്. ഇങ്ങോട്ടോ, അതെ ഇങ്ങോട്ട് വാ മോളെ. അങ്ങനെ കീശേന്ന് വലിയൊരു ചോക്ലേറ്റ് കടാ. അത് അവര് സന്തോഷിക്കുന്ന ഒരു കോലാണ്, സത്യത്തിൽ സന്തോഷിക്കുന്ന കോല. ഇത് ചെറുപ്പക്കാർക്കുള്ള വയലാണ് ഉസ്താദ് ഇന്ന് കാര്യമായിട്ട് പറഞ്ഞതെന്ന് പ്രായമുള്ളവർ പറയണ്ട. ഇതെല്ലാവർക്കും ബാധകമായ നിയമം. നിങ്ങൾ ചെയ്താലേ ഏറ്റവും കിടിലൻ റിസൾട്ട് ഉണ്ടാവും. 3 ദിവസം മന്തി തുടർച്ചയായിട്ട് കിട്ടും. അതിന്റെ റിസൾട്ട് ഒന്നാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും മനുഷ്യന്മാർക്ക് അവര് പ്രതീക്ഷിക്കാണ്ട് ഒരു സമ്മാനം കൊടുത്താൽ. ഭയങ്കര ഇഷ്ടമായിരിക്കും അത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സമ്മാനം. ഇസ്ലാമില് ഈ തഹാദു തഹാബു എന്ന ഹദീസിനെ വിശദീകരിക്കാനായിട്ട് ഒരു കിതാബുണ്ടല്ലോ, കണ്ടില്ലേ? ഒരു കിതാബുണ്ട് അതിന്. അങ്ങനെ തന്നെ ആ കിതാബിന്റെ പേരും. ഒരാള് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഹലാലായ പണം കൊണ്ട്
ഒരു സമ്മാനം വാങ്ങി തന്നാൽ അത് വാങ്ങിയില്ലെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടാകുമെങ്കിൽ ആ സമ്മാനം വാങ്ങലാണ് അഫ്ളൽ എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തഹ്രീറുൽ മഖാലിൽ എഴുതി വെക്കുന്നുണ്ട്. വാങ്ങണം, വേണ്ട വേണ്ട വേണ്ട, ഞാൻ പൊതുവെ അത് അങ്ങനെ നന്ന ഓവറാക്കണ്ട കേട്ടോ. വാങ്ങണം വാങ്ങണം. ആരെടുത്തുനിന്ന് ഒന്നും കിട്ടാൻ ആഗ്രഹിക്കരുത്, അത് ശരിയാണ്. നാളെയല്ലേ എൻ്റെ ഉപ്പ വരുന്നത് എന്നുള്ളത് ഒരു കിട്ടാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ്. സാഹിത്യത്തിൽ ആർത്തി കാണിക്കുന്ന പരിപാടിയാണ്. നാളെയല്ലേ എൻ്റെ ഉപ്പ വരുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എയർപോർട്ടിൽ കൂട്ടാൻ പോണോന്നല്ല, പെട്ടി പൊളിക്കുമ്പോൾ മെയിൻഡാക്കണേന്ന് അതിന്റെ അർത്ഥം. അതൊരു മോശം പരിപാടിയാണ്. നാളെയല്ലേ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ട്. അതിന്റെ അർത്ഥം എന്നാ, ദീർഘായുസിന് വേണ്ടി നിനക്ക് ഞാൻ ദ്വാരുന്നു എന്നല്ല, പിന്നെ എന്തെങ്കിലും ട്രീറ്റ് കൊണ്ടുവരുമല്ലോ. അതൊന്നും ഒരു ശരിയില്ലാത്ത പരിപാടി. നമ്മൾ ആരെടുത്തൊന്നും ഒന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കരുത്. വളരെ പൊരുത്തത്തോടുകൂടി ഒരാൾ തന്നാൽ ഈ പറഞ്ഞ 3 നിബന്ധനയോടുകൂടി അത് സ്വീകരിക്കലാണ് അഫ്ളൽ എന്ന് മഹാനവറുകൾ പറയുന്നു. അപ്പൊ ഉപ്പയും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. 11 അദമു റഫ്ഉ സൗതി ആലിയൻ അമാമഹുമാ, മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്തരുത്. അബ്ദുല്ലാഹിബ്നു ഔന് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചു. എന്താ ഉമ്മ എന്ന് വെച്ചിട്ട് ഉത്തരം കൊടുത്തു. പിന്നെ ആ മഹാൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാനോട് ശബ്ദം ഉയർത്തിപ്പോയോ എന്ന് ചിന്തിക്കുകയാണ്. ഹദീസ് പണ്ഡിതനായ അബ്ദുല്ലാഹിബ്നു ഔന് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്കാണ്, ഞാൻ നേരത്തെ എൻ്റെ ഉമ്മാനോട് സൗണ്ട് കൂടിപ്പോയിന്, അത് പൊരുത്തപ്പെട്ടേർന്നേ അള്ളാഹ്. യാ റഹ്മാന്, ഇവരൊക്കെ ഒരു സൂക്ഷ്മത നോക്കി നിങ്ങള്. വേറെ ഉമ്മാനെ ചീത്ത പറയോ അല്ലെങ്കിൽ ഉമ്മാനെ ഉപദ്രവിക്കുകയോ ചെയ്തതല്ല, ഉമ്മ തന്നെ വിളിക്ക് ഉത്തരം കൊടുക്കുമ്പോ കുറച്ച് സൗണ്ട് കൂടിപ്പോയോ എന്നൊരു പേടി വന്നിട്ട് ഉടനെ 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്ക, നേരത്തെ സൗണ്ട് കൂടിപ്പോയി എന്നൊരു തോന്നല്, പൊരുത്തപ്പെട്ടേർന്നേ അള്ളാഹ്. മാതാപിതാക്കളും എന്ന് ശബ്ദം ഉയർത്തരുത്. ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മുമ്പിന്ന് നമ്മൾ ശബ്ദം ഉയർത്തിയാൽ നമ്മൾ അപകടത്തിലേക്കാ പോകുന്നത്. എനിക്ക് പറയുന്നത് ശരിക്കും ശ്രദ്ധയോടെ കേൾക്കണം. ഭാര്യന്റെ എല്ലാം മുമ്പിൽ നിന്ന് ഉപ്പാനും ഉമ്മാനെയും വഷളാക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. മോനെ, നിന്റെ മരണം നീ പേടിക്കണം. സുയൂത്തി ഇമാം റഹിമഹുല്ലാ പറഞ്ഞല്ലോ, ഈമാനില്ലാതെ മരിക്കുന്നതിന്റെ ഒരു അടയാളാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞ വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒന്നും പറയരുത് എന്നാ. വാക്കുകളിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള വാക്കാണ് ഉഫിൻ എന്നുള്ള വാക്ക്. അതിന്റെ താഴെ വേറെ വാക്കുണ്ടെങ്കിൽ അള്ളാഹു പറയുമായിരുന്നു, അതിന്റെ താഴെ വാക്കില്ല. അതുപോലും പറയരുത് എന്നാ പറയണത്. അതുപോലും പറയാൻ പാടില്ല. ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ ശബ്ദം ഉയർത്തുക? മാതാപിതാക്കളെ എങ്ങനെയാ വേദനിപ്പിക്കുക? ചില ആൾക്കാർ പറയും ഭാര്യനോട്, നീ ഒന്നും പേടിക്കാൻ വേണ്ട, എന്നോട് ഒന്നും ഉമ്മ പറയൂല. ഏട്ടന്റെ ഭാര്യനെ അനിയന്റെ ഭാര്യനെ ഒക്കെ ചിലപ്പോ ഉമ്മ ചൂടാവുമായിരിക്കും, നീ എന്നെ തൊടൂല, കാരണം എന്നോട് മുണ്ടാൻ ഉമ്മാക്ക് പേടിയാണ്. യോ 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 നിന്നോട് ഉമ്മാക്ക് എന്തേലും പറയാനോ ചോദിക്കാനോ പേടിയുണ്ട് എന്നത് നീ വിജയമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലായിക്കോ, നീ ദുനിയാവുന്ന എന്നെ തോറ്റു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ എന്നോട് അധികം വായ തുറക്കൂല. ഓക്കെ, നീ മരിക്കണ സമയത്ത് നിനക്ക് വായ തുറക്കാനും കഴിയില്ല ദിക്റിന് വേണ്ടിയിട്ട്, അതാ പ്രശ്നം. നീ തോറ്റു തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. വളരെ അഭിമാനത്തോടെ ചില പിള്ളേര് പറയുന്നേക്കാം, എന്നോട് ഉമ്മ അധികം ഡയലോഗ് നടക്കൂല, ഉപ്പാക്ക് എന്നോടും ഉണ്ടാകുകയില്ല. ഏതെങ്കിലും ഒരു മോനോട് മോളോട് ഉപ്പാക്കും ഉമ്മാക്കും എന്തേലും ചോദിക്കാനോ പറയാനോ പേടിയുണ്ടെങ്കിൽ മോനെ നീ ഉറപ്പിച്ചോളി, നിന്റെ ദുനിയാവും വെള്ളത്തിൽ ആഖിറവും പരാജയപ്പെട്ടു. അത് അഭിമാനം. അതിനേക്കാൾ അപമാനമായ കേസ് വേറെന്താ ഉള്ളത്? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓരോമ്പെന്ന് ശബ്ദം ഉയർത്തരുത്. ശരിക്ക് എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം തന്നെ എന്താണെന്നറിയോ?
ഒരടിമ എന്തേലും തെറ്റ് ചെയ്തു പോയിട്ട് ഉടമസ്ഥന്റെ അടുത്ത് പോയി അടി കിട്ടുമോ ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ച് വളരെ താഴ്മയോടെ ഭവ്യതയോടെ നിന്നിട്ട് വറവറക്കുന്ന പോലെയാണ് ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കേണ്ടതെന്നാണ്. ഉമ്മ ഞാൻ 11-ാം തീയതി റിട്ടേൺ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഉമ്മ എന്താ പറയുന്നത്? അങ്ങനെയല്ലേ ശരിക്കും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും ഉപ്പാനിമാനി വേദനിപ്പിക്കോ? ഇതൊക്കെ പഠിച്ച ഒരു മോന് ഒരു മോള് എങ്ങനെയെങ്കിലും വേദനിപ്പിക്കോ? ഉമ്മാന്റെ അറിവില്ലായ്മ ദുരുപയോഗം ചെയ്തിട്ട് നിന്റെ ഉമ്മാന്റെ ഫോണിലെ ഏതെങ്കിലും ഒരു ആപ്പ് നീ ദുരുപയോഗം ചെയ്യണ്ടെങ്കിൽ മോളെ നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, നീ തോറ്റു തുടങ്ങാണ്. നീ ദുനിയാവെന്ന് തോറ്റു തുടങ്ങുന്നു. ആ വയസ്സായ ഉമ്മാനെ പറ്റിക്കണം. ചെക്കന്റെ പേര് പെണ്ണിന്റെ പേരാക്കി സേവ് ചെയ്തിട്ട് നീ ഉമ്മാനെ പറ്റിച്ചു, നീ തോറ്റു തുടങ്ങും. നിനക്ക് ആദ്യത്തെ ശിക്ഷ എവിടെന്നാ കിട്ടാന്നറിയോ? നിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് കാണാം അതിന്റെ ദുരന്തങ്ങൾ. ഇതൊരു പ്രശ്നമാണ്. ചെയ്യരുത്. 12 ഉമ്മാന്റെ ഉപ്പാന്റെ സംസാരം നമ്മളായിട്ട് മുറിക്കരുത്. ഉപ്പിയമ്മയും സംസാരിച്ച് തീരുന്നവരെ ഇബ്നു സീരീൻ തങ്ങളൊക്കെ നിൽക്കണ പോലെ കാത്തിരിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ഡയലോഗ് ഒന്നും അടിക്കരുത്. ഇനി ഇത് കേട്ടിട്ട് ഇതിന്റെ ഉൾട്ട പ്രവർത്തിക്കുന്നവരുണ്ടാവും. ഫുള്ള് കേട്ടിട്ട് പറഞ്ഞു തീർന്നാ എന്നാ ഞാൻ പറയട്ടെ എന്റെ പേരടിക്കൊക്കെ ഉണ്ട്. ചില ആൾക്കാര് എല്ലാത്തിനും ദുർവ്യാഖ്യാനം ചെയ്യും. അങ്ങനെയൊന്നും ഉണ്ടാവരുത് മക്കളെ. കാര്യം തമാശയിലേക്ക് എത്താതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പാന്റെ ഉമ്മാന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്. ഇടയിൽ കയറി അവര് ഫോൺ വിളിച്ചു, എപ്പോഴാണോ ഉമ്മാക്ക് പറഞ്ഞു തീരുന്നത് ഉമ്മ പറയട്ടെ, ആയിക്കോട്ടെ, ഫുള്ള് കേട്ടു കൊടുക്ക ഉമ്മാക്ക്. ഞാൻ വേറെ തിരക്കില്ലാന്നൊന്നും പറയരുത്, ഫുള്ള് കേട്ടു കൊടുക്ക. എത്രയോ മഹാന്മാരുടെ ചരിത്രമുണ്ട്. 13 അദമുൽ ഖുറൂജി മിനദ്ദാരി ഇദാ ലം യഅ്ദന. മാതാപിതാക്കൾ സമ്മതിക്കാതെ നീ വീട്ടിൽ നിന്ന് പോകരുത്. എവിടെ പോവുകയാണെങ്കിലും ഉപ്പാന്റെ ഉമ്മാന്റെ സമ്മതം വേണം. ഭാര്യയായിട്ട് മുങ്ങരുത് എന്നർത്ഥം. എന്നിട്ട് ഉമ്മ വിളിച്ചാല് ഫോൺ എടുക്കാണ്ടിരിക്കുക ചില പിള്ളേര്. കാരണം ബീച്ചിൽ പോയത് അറിഞ്ഞാൽ ഉമ്മ ചൂടായാലോ. ഉമ്മാനോടൊക്കെ പറയാം, സന്തോഷിപ്പിക്കുക. അത് ഉമ്മമാരും തടയാൻ പാടില്ല. ചെക്കന്മാരും എൻ്റെ ഭാര്യനെയും കൂട്ടി ഹലാലായ ഒരു യാത്ര സിയാറത്ത് നടത്തുന്നുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ. ഉമ്മാക്കുള്ള സുഖം ഒന്ന് വേറെ, ഉമ്മാനോടുള്ള കടപ്പാടൊന്ന് വേറെ, ഭാര്യനോടുള്ള കടപ്പാട് വേറെ. ഫത്താവ നവവിയിലുണ്ട്, ഫത്താവ ഇബ്നു അബ്ദുസ്സലാമിലുണ്ട്. നല്ല പഠനങ്ങൾ ആ 2 ഫത്താവകൾ എടുത്തു നോക്കിയാൽ കിട്ടും. ഉമ്മാനോടുള്ള ഒന്ന് വേറെ. ബീച്ചിൽ ഭാര്യയും നമ്മളെ മോനും കൂടി പോകുമ്പോൾ ഞാനും വരുന്നതെന്ന് പറയാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത് എന്നാ ഉമ്മമാരോട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഓനിക്കോ എൻ്റെ ഭാര്യ എൻ്റെ മടിയിൽ തലയിലും വെച്ചിട്ട് കിന്നാരടിക്കാനായിരിക്കും. നിങ്ങളെ മടിയിൽ തലയില ഫുള്ള് വെച്ചിട്ട് 2 കൊല്ലം ഫുള്ള് കടന്നില്ലേ, അത് മതി. അത് പറ്റുന്ന ഓൻ്റെ ഭാര്യ ഏറ്റവും പോയി. ഭാര്യയല്ലേ, ഹലാലല്ലേ, സുഖമല്ലേ, അതിലൊന്നും ഇങ്ങനെ വെറുതെ ബ്ലോക്ക് ചെയ്യരുത്. അതൊരു സുഖക്കുറവുള്ള പരിപാടി. മാതാപിതാക്കളുടെ സമ്മതത്തോടെ ആയിരിക്കണം എവിടെയും പോകേണ്ടത്. ഹജ്ജിന് പോയ കഥയൊക്കെ നമ്മൾക്ക് അറിയാലോ, അറിയുന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. 14 അദമു ഇസ്ആജിഹിമ ഇദാ കാനാ നാഇമീൻ. മാതാപിതാക്കൾ ഉറങ്ങണ സമയത്ത് അവരെ ശല്യപ്പെടുത്തരുത്, വിളിക്കരുത്. എത്ര ഇമാമിങ്ങളുടെ ചരിത്രമുണ്ട്. വെള്ളത്തിന്റെ പാത്രവുമായി ഉമ്മ ഉറക്കത്തുനിന്ന് ഉണരുന്നവരെ കാത്തിരുന്ന മഹാന്മാർ. എത്ര ഇമാമിങ്ങൾ. ഒരു മഹാന് ഉമ്മാക്കുള്ള വെള്ളം പിടിച്ചിട്ട് കാത്തിരുന്നിട്ട് കൈക്ക് തണുപ്പ് കയറിയിട്ട് ഈ കൈ കുറേ കാലം അസുഖം ഉള്ള കൈയായി മാറിയിട്ടുണ്ട്. എത്ര കാലം. ആ മഹാൻ വഫാത്തായപ്പോഴാ ഒരാൾ സ്വപ്നം കണ്ടത് സ്വർഗത്തിന്റെ ചിറകിൽ ഇങ്ങനെ പറക്കുന്നത്. എങ്ങനെയാ ഈ ചിറക് കിട്ടിയെന്ന് വെച്ചപ്പോ എൻ്റെ ഉമ്മാക്ക് വെള്ളത്തിന്റെ പാത്രമായിട്ട് കാത്തിരുന്നപ്പോൾ അല്ലാഹ് തന്ന സമ്മാനം. ഗുഹയിൽ കയറിയ 3 മനുഷ്യന്മാര് കയറിയ സമയത്ത് ഗുഹ അടഞ്ഞു പോയില്ലേ, വലിയ പാറക്കല്ല്. എന്ത് JCB കൈയോണ്ടെന്ന് അനക്കാൻ കഴിയില്ല, എവിടെ എന്ന് അനക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതെങ്ങനെയാ അനക്കിയത്? എൻ്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെള്ളം എടുത്ത് പാലെടുത്ത് ഇങ്ങനെ പോയപ്പോൾ ഉമ്മ ഉറങ്ങിയപ്പോൾ ഉപ്പിയുമ്മ ഉറങ്ങിയപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത കാരണം കൊണ്ട് നീ
എന്ന് പറയുമ്പോ പാറ ഒറ്റ പോക്കങ്ങ് പോയില്ലേ. അപ്പൊ ആ അമൽ എന്തായിരിക്കും? പാറന അവിടത് മാറ്റണമെങ്കിൽ ഈ അമലിന്റെ കടുപ്പം എന്തായിരിക്കും? ഉപ്പയമ്മ ഉറങ്ങുമ്പോ നമ്മൾ കോളിംഗ് ബെല്ലടിക്കരുത്. ഉമ്മ ഉറങ്ങുന്ന സമയത്ത് ഗൾഫിൽ നിന്നാണെങ്കിലും വിളിക്കരുത്. ഉറങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഉറങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ഒന്ന് വിളിക്കോ. അയ്യേ വിളിക്കരുത് നോ വിളിക്കരുത്. ഉമ്മി ഇപ്പൊ ഉറങ്ങട്ടെ. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഓനിങ്ങനെ സെൻട്രൽ ഹാളിൽ നിന്ന് ചെറിയ ബോൾ എടുത്ത് കളിക്കുമ്പോ മോനും കേട്ടോ മാമ ഉറങ്ങാൻ മോനപ്പുറം പോകും. അത് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികളെ. ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനമൊക്കെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ കുട്ടികൾ സ്വാലിഹീങ്ങളാവുള്ളൂ എന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യയിൽ എഴുതി വെച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. ഉറങ്ങുന്നത് ശല്യപ്പെടുത്തരുത്, മാതാപിതാക്കൾ ഉറങ്ങട്ടെ. ഇങ്ങനെയൊക്കെ ഒരു വീട് ആവുന്നതിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്ത് രസമുണ്ട് നമ്മളെ വീട്, ഒച്ചപ്പാടില്ലാത്ത വീട്. ഇങ്ങനെ ഒരു ക്യാമ്പസ് ആവുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. 1000 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ്, ഒരു ശബ്ദമില്ലാത്ത ക്യാമ്പസ്. എന്ത് രസമുണ്ടാവൂലേ. 15 അദമു തഫ്ളീലി സൗജതി വൽ വലദി അലൈഹിമാ. മാതാപിതാക്കളെക്കാൾ മക്കൾക്കും ഭാര്യക്കും പ്രാധാന്യം കൊടുക്കരുത്. ഉപ്പാനേക്കാൾ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഉമ്മയേക്കാൾ ഭാര്യക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം വന്നാൽ നിങ്ങൾ ശിക്ഷകൾ തുരുതുര പ്രതീക്ഷിച്ചോളി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുക്കലും ഉപ്പയേക്കാൾ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കലും ഒരു ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഖിയാമത്ത് നാൾ ആവാറായിട്ടുണ്ട്. ഖിയാമത്ത് നാളെ ഏതായാലും സമയമാകുമ്പോൾ ആയിക്കോളി, ആവും. ഖിയാമത്ത് നാളെ ഏതായാലും സമയമാകുമ്പോൾ ആവും. നമ്മളായിട്ട് നേരത്തെ ആക്കണ്ട എന്നാണ് പറഞ്ഞതിന്റെ മലയാളം. അതതിന്റെ സമയത്ത് സംഭവിക്കും. നമ്മളായിട്ട് എന്താക്കണ്ട, നേരത്തെ ആക്കണ്ട. ഉമ്മ ഞാന് ഫീസ് അടച്ചുപോയി, അല്ലെങ്കിൽ ഓരെല്ലാരും പോകാന്ന് റെഡിയായി, ഞാനും ടിക്കറ്റ് എടുത്തു പോയി. എന്തിന്? ടൂറിന്. ഈ 4 ദിവസം മോന് എവിടെയും പോണ്ട, മോനും ഉമ്മക്ക് കഴിയുന്നില്ല. ഉമ്മ ഒന്നും പറയരുത്, എന്റെ ടിക്കറ്റ്. എന്ത് ടിക്കറ്റ്? സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കുന്നു നീ നോക്കണ്ട, നിന്റെ ഉമ്മ എന്ത് വിചാരിക്കുന്നു നീ നോക്കിയാൽ മതി. അത് എപ്പോ ശ്രദ്ധിക്കണം. നല്ല കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. എനിക്ക് തന്നെ പരിചയത്തിൽ എത്ര കുട്ടികളുണ്ട്. അവരെ എങ്ങാനും ഉമ്മ ഒന്ന് വിളിച്ചാൽ അവർ സ്പോട്ടിൽ വീട്ടിലെത്തും. ഉമ്മ എന്തേ മോനിടയില്ല, ടൗണിലുണ്ട്, മോനൊന്ന്. അവരാ സുഹൃത്തുക്കൾ ഇല്ല, ഞാൻ ഇന്നില്ല, നിങ്ങൾ പോയി ഫുഡ് നിങ്ങൾ അടിച്ചു ക്യാഷ്, കുഴപ്പമില്ല, വരുമോ? വേറെ ഒരു വർത്താനമില്ല. ഉമ്മാന്റെ മുമ്പിൽ വേറെ വർത്താനമില്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും മേലെ പറക്കാൻ ഒരു സുഹൃത്തുക്കൾക്കും നമ്മൾ അനുമതി കൊടുക്കരുത്. അങ്ങനെ നമ്മൾ ആർക്കും പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് ബോധ്യമാവും. ചിലപ്പോൾ ഭാര്യമാരും തിരിച്ചെന്തേലും പറയുമ്പോൾ നമ്മൾ അവിടെ വളരെ സംയമനം പാലിച്ച് ഭാര്യനെയും ബോധ്യപ്പെടുത്തണം. മോളെ, നീ ഇപ്പം എന്നെ മുത്തേ ചക്കര തക്കാളിപ്പെട്ടി എന്നെല്ലാം വിളിക്കുന്നില്ലേ? ശരി അല്ലേ, ഓരോരാളുടെ ഇഷ്ടത്തിന് വിളിച്ചോളി കേട്ടോ. അങ്ങനെ വിളിക്കുന്നില്ല. ഈ വിളി ആത്മാർത്ഥാണെങ്കിൽ നീ ആദ്യം സ്നേഹിക്കേണ്ടത്, നിനക്ക് ഒരു മുത്തായിട്ട് എന്നെ അള്ള തന്നില്ലേ, അത് എൻ്റെ ഉമ്മ വഴിയല്ലേ, നീ എൻ്റെ ഉമ്മാനെ എന്താ പരിഗണിക്കാത്തത്? നിങ്ങളെ ഞാൻ എത്രയും നോക്കും, ഡ്രസ് അൽക്കും, ഫുഡ് ആക്കി തരും, ഉമ്മ. ആ ബോംബ് പൊട്ടിയ വർത്താനൊക്കെ നിർത്തിപ്പിക്കാമല്ല. ഇങ്ങനെ ചില പെൺകുട്ടികൾക്കുണ്ട്. ഇവിടെ അല്ല, ബ്രസീൽ ഭാഗത്തൊക്കെയാണ് പറയണത്. ഇവിടെ അല്ല, ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല, പറ്റൂല. ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ട 21 മര്യാദകൾ പറയുന്ന ഒരു കിതാബുണ്ട്. ഉഖൂദുൽ ലജീൻ ഫീ ബയാനി ഹുഖൂഖി സൗജൈൻ എന്നാണ് കിതാബിന്റെ പേര്. അതിൽ കാണാം, ഭർത്താവിന്റെ കുടുംബത്തെ നന്നായി പരിഗണിക്കണം, ബഹുമാനിക്കണം. അത് ഭർത്താവിനോടുള്ള പരിഗണനയാണ്, ഭർത്താവിനോടുള്ള പരിഗണന. അപ്പൊ ഭാര്യക്കും മക്കൾക്കും ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും പ്രാധാന്യം. ഭാര്യക്ക് ഭാര്യൻ്റെതായ സ്നേഹമുണ്ട്, അത് വേറെ. ഉമ്മാനോടുള്ള സ്നേഹം ഒന്ന് വേറെ. 16 ഇദാ അമലൻ നിനക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ ഉപ്പയും ഉമ്മയും ചെയ്തു എന്നതുകൊണ്ട് നീ ഉപ്പാനും ഉമ്മാനും ആക്ഷേപിക്കരുത്. ആരാ ഇതെടുത്തിന്? ആരാ പറഞ്ഞനെ? ആരാ ചെയ്തത്?
അങ്ങനെയൊന്ന് ഞാൻ അനൗൺസ് ചെയ്തിട്ട് ഉപ്പാനോട് ഉമ്മാനും നമ്മളങ്ങനെ ശബ്ദം ഇടുമ്പോൾ വയസ്സായ ഉമ്മാക്കാറ്റും ഉപ്പാക്കാറ്റും ചൂടാകുന്ന വിഷമാകുന്നുണ്ടെങ്കിൽ വിറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തോൽക്കരുതട്ടോ. നമ്മൾ ഉപ്പാരുമാരും മുമ്പിൽ നിന്ന് ജയിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം തോക്കുകയും ചെയ്യാം. നമ്മൾ ഉപ്പാരുമാരും മുമ്പിൽ നിന്ന് തോക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം നമ്മൾ ജയിക്കും. ലോകത്ത് തോറ്റു കൊടുത്താൽ ജയിക്കുന്ന ഒരേ സ്ഥലം കുടുംബത്തിലാണ്. ഭാര്യനോട് തോറ്റു കൊടുക്കുക, സോറി ഞാൻ മറന്നു ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കുക ചെയ്യുന്നത്. ശരിക്കും തോൽവിയാണ് ചിലപ്പോൾ സ്കോർ ബോർഡിൽ വരിക, പക്ഷെ ഒറിജിനലി നമ്മൾ ജയിക്കായിരിക്കും ചെയ്യുക. ഉപ്പിയുമ്മി നമുക്കിഷ്ടമല്ലാത്ത എന്തോന്ന് ചെയ്തു, അതിന്റെ പേരിലൊന്നും അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അവരെ ആക്ഷേപിക്കാൻ പാടില്ല. 17 അദമുല്ലഹ്കി ബിഹളറതിഹിമ ഇദാ ലം യകുൻ സമ്മ മൂജിബൻ ലില്ലഹ്കി. ഉപ്പാരും ഉമ്മാനും മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിക്കാനൊന്നും പറ്റൂല. ഉപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നിന്ന് പൊട്ടിച്ചിരിക്കരുത്. ഉപ്പിയുമ്മി നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞാൽ ചിരിക്കണം, ശരി എന്നെ ചിരിക്കേണ്ട എന്തോ ഒന്നുണ്ടായാൽ ചിരിക്കണം, അല്ലാതെ അവരെ മുമ്പ് ഹൊഹോന്ന് ചിരിക്കാനൊന്നും പറ്റില്ല. വളരെ മോശം പരിപാടിയാണ്. വിശദീകരിക്കാത്ത തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അടുത്തതിലേക്ക് പോകുന്നു. 18 അദമു തനാവുലി ത്വാമി മിമ്മ യലീഹിമ. മാതാപിതാക്കളുടെ അടുത്തുള്ള ഫുഡ് നമ്മൾ കഴിക്കരുത്. മാതാപിതാക്കളുടെ അടുത്തുള്ള ഫുഡ് നമ്മൾ കഴിക്കരുത്. അത് അവരുടെ അടുത്തുള്ളതാണ്. അതിനോട് ഒരു അദബ് കാണിക്കണം. ഉപ്പാരിമാരെ അടുത്തുള്ള ഫുഡ് നമ്മൾ വാരി വലിച്ച് തിന്നരുത്. ഒരു അദബുണ്ട്. 19 അദമു മദ്ദിൽ യദി ഇല ത്വാമി ഖബ്ലഹുമാ. ഉപ്പിയുമ്മയെല്ലാം ഭക്ഷണം കഴിക്കാനുണ്ട്, നമ്മളും ഉപ്പിയുമ്മയെല്ലാം ഒന്നിച്ച് കഴിക്കുകയാണ്. ആ കഴിക്കാൻ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഉപ്പിയുമ്മയും ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. അത് ഉപ്പാക്കും ഉമ്മാക്കുള്ള നിയമം മാത്രമല്ല കേട്ടോ. അല്ല, നമ്മളെക്കാൾ മുതിർന്ന ആരെല്ലാം ഉണ്ടോ, വിശേഷിച്ച് മുത്തബറക്ക് മിഹിയായ ബർക്കത്തുള്ള മഹാന്മാര്, സാദാത്തുക്കൾ, ഉസ്താദുമാര്, വലിയൊരു ജ്യേഷ്ഠൻ, മൂത്താപ്പ, ഇളയപ്പ, അവരൊക്കെ ഉണ്ട സന്ദർഭത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളായിട്ട് തുടങ്ങരുത്. അവര് തുടങ്ങട്ടെ. അതാ നമ്മൾ ചെയ്യും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഭക്ഷണത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും അങ്ങനെ തന്നെ. എല്ലാത്തിലും ഉദാഹരണം പറഞ്ഞാൽ, 2 സ്വഹാബിമാര് ഒരു വിഷയത്തിലെ തർക്കം പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തി. ചെറിയ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേഗം സംസാരിക്കാൻ തുടങ്ങി. ഉടനെ തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കബ്ബിർ കബ്ബിർ, മോനെ വലിയ ആള് പറയട്ടെ, വലിയ ആള് പറയട്ടെ, നീ മുണ്ടാണ്ട്, നീ PG കംപ്ലീറ്റഡ് എന്ന് ആ ഡയലോഗിൽ അടുക്കുന്ന പറയുന്ന PG അല്ല, നീ കോജിയും PG എല്ലാം അടുക്കട്ട് അല്ലടുക്കുക. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾ മുമ്പിലെല്ലാം ഭയങ്കര ഡയലോഗ്. വലിയവരെപ്പം ബഹുമാനിക്കണം. വലിയവര് നമ്മളെ സദസ്സിലുണ്ടാവുമ്പോൾ ഭയങ്കര വിവരങ്ങളൊക്കെ പറയൽ ചിലപ്പോൾ റിയാഇന്റെ അടയാളമായി പോകും എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് സവാജിറിൽ പറഞ്ഞേക്കുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. വലിയവരെ ബഹുമാനിക്കണം. ശരിക്ക് ഇസ്ലാമിൽ ജ്യേഷ്ഠന് ഉപ്പാന്റെ വിലയാണ് ഇസ്ലാം അങ്ങനെ പറയണത്. ജ്യേഷ്ഠന് ഉപ്പാന്റെ വില കൊടുക്കണം എന്നാണ് ഇസ്ലാം പറയണത്. അനുജന് മോന്റെ വിലയും. ഉപ്പാനെ ബഹുമാനിക്കണ പോലെ ബഹുമാനിക്കണം ജ്യേഷ്ഠന്മാരെ. ഉമ്മ, ഞാനൊരു കാര്യം പറയാം, ഓനോട് അധികം എന്റെ വിഷയത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഓനോട് എന്ന് പറയുന്നത് ഉപ്പാനെ ആരെ പറ്റിട്ടാ പറയണത്? ജ്യേഷ്ഠനെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല. കുടുംബ ബന്ധത്തിൽ വീഴ്ച വന്നാൽ നമ്മൾ പിന്നെ എന്ത് അമല ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല, കുടുങ്ങിപ്പോകും. ഉദാഹരണം പറഞ്ഞാല്, എല്ലാവർക്കും ദോഷം പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി, ലൈലത്തുൽ ഖദറിന്റെ രാത്രി. ഈ രാത്രി ദുആഇന് ഇജാബത്തില്ല. ആർക്ക്? ബർക്കത്തുള്ള ഒരു രാത്രിയുടെയും ബർക്കത്ത് കിട്ടാത്ത ഒരു ഖൗമാണ് കുടുംബ ബന്ധം മുറിച്ചവർ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹയുടെ അസ്നൽ മത്വാലിബ് ഫീ സുലത്തിൽ അർഹാമി വൽ അഖാരിബിൽ ആ വിഷയമുണ്ട്. കുടുംബ ബന്ധം എന്ന് പറയുന്നത് വലിയ ബന്ധമാണ്.
അതിലൊരു വീഴ്ചയും നമുക്ക് വരാൻ പാടില്ല. നീ വലിയ കാളിയായിരിക്കും, ഭയങ്കര സംഭവം നേതാവൊക്കെ ആയിരിക്കും, ഒക്കെ വേറെ വിഷയം. മാതാപിതാക്കൾ, മൂത്തമ്മ ഇളയമ്മമാർ ഒക്കെ വലിയ കാര്യമല്ലേ. ഉമ്മാന്റെ സ്ഥാനം കൊടുക്കണം ഇളയമ്മ മൂത്തന്മാർക്ക്, അഥവാ ഉമ്മാന്റെ ഏട്ടത്തി അനിയത്തിമാർക്ക്. അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മീന. മൂത്തമ്മാനെ ഇളയമ്മാനെ ബുദ്ധിമുട്ടിച്ചാല് ഉമ്മാനെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റം തന്നെ ഉണ്ടോ ഇല്ലയോ ചർച്ചയുണ്ട് ഷാഫി ഫിഖഹിൽ. ബദറുദ്ദീൻ സർക്കശി റഹിമഹുള്ളാഹിന്റെ ഒക്കെ അഭിപ്രായം മൂത്തമ്മാനെ ഇളയമ്മാനെ പ്രയാസപ്പെടുത്തിയാൽ ഉമ്മാനെ പ്രയാസപ്പെടുത്തിയ അതേ കുറ്റം തന്നെ ഉണ്ട് എന്നാ. ഷാഫി ഫിഖഹിന്റെ അപ്രബലമായ അഭിപ്രായമാണ്. അത് പരിഗണിക്കുന്നതെങ്കിൽ പോലും ചർച്ചയുണ്ട് എന്നാ ഞാൻ പറയണം. വലിയ കാര്യമാണ്, വലിയ കാര്യം. ഉപ്പാന്റെ ഏട്ടനനിയന്മാരെ ഉപ്പാന്റെ സ്ഥാനം കൊടുക്കണം എന്നാ. ഉമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്ത് നമ്മളെ കല്യാണ വിഷയത്തിൽ എന്തിനാ ഈ മൂത്താപ്പ് ഇടപെടുന്നു? മൂപ്പര് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായമാണല്ലോ. ഇപ്പോഴത്തെ ലിബറൽ പിള്ളേരുടെ ഡയലോഗ്, അമ്മാസ് ഡയലോഗ്. മൂത്താപ്പ് ഇടപെടുന്ന ഇഷ്ടമല്ല അവർക്ക്, ഇളയപ്പ ഇടപെടുന്ന ഇഷ്ടമല്ല. മോനെ, ഉപ്പാന്റെ സ്ഥാനാണ് ഇളയപ്പ മൂത്താപ്പമാർ എന്ന് പറഞ്ഞാല്. ഏട്ടനോട് ഉപ്പാന്റെ പരിഗണന, അനിയനോട് മക്കളോടുള്ള പരിഗണന കൊടുക്കണം. അനിയൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി, അപ്പൊ നമ്മൾ ഉപ്പയായിട്ട് നിൽക്കണം അവിടെ അനുജനോട്. അത് പേടിക്കാൻ വേണ്ട, നീ ആരോട് വെച്ചിട്ട് തുടങ്ങി, കുറച്ചല്ല ജീവിതത്തിൽ അനുഭവിക്കും. അങ്ങനത്തെ ഉപ്പയല്ല പറയണത് കേട്ടോ, സ്നേഹമുള്ള ഉപ്പയായിട്ട് മാറണം. ശരിക്കും പറഞ്ഞാല് അവസാന കാലാവുമ്പോ ഏറ്റവും കൂടുതൽ പെരുകുന്ന ഒരു തെറ്റ് കുടുംബബന്ധം മുറിക്കല. നിങ്ങൾ നോക്കി, പല ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ നാട്ടിൽ ഗംഭീരായിരിക്കും, ഭയങ്കര ദഅവ പ്രവർത്തനം, ദീനി പ്രവർത്തനം ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഉപ്പാൻ്റെ ഉമ്മാനോട് അല്ലെങ്കിൽ ഭാര്യ മക്കളോട് അല്ലെങ്കിൽ കുടുംബത്തോട് തെറ്റിയിട്ടുണ്ട് എത്ര ആൾക്കാരുടെ കഥകളാണ് ഉണ്ടാവരുത്. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കുറേ നേരം കരഞ്ഞുപോയി ഹംസ ഞങ്ങളെ കണ്ടിട്ട്. ഹംസ റളിയല്ലാഹുവിനോട് പിന്നെന്താ നബി തങ്ങൾ, ആ വഫാത്തായി പോയ ഹംസ ഞങ്ങളോട് എന്താ പറയുന്നറിയാ? ഇന്നക വസൂലല്ലി റഹ്മി, ഹംസത്തോരെ നിങ്ങൾ കുടുംബം എന്താ ചേർക്കുന്ന ആളല്ലേ. അത് വലിയ ക്വാളിറ്റി ആയതുകൊണ്ടാണ് അത് എടുത്ത് പറയണത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പനി പിടിച്ചു വന്നപ്പോ ഒന്ന് ശാന്തമായി അന്തരീക്ഷം കണ്ടപ്പോ ഖദീജുമ്മ പറഞ്ഞത്, അല്ലാഹ് കൈവിടൂല നബിയെ, കാരണം ഇന്നക ലതസിലുർ റഹിമ, തങ്ങൾ കുടുംബം എന്താ ചേർക്കുന്ന ആളല്ലേ. ഇതെന്നെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ആദ്യം തന്നെ ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിക്ക് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് കുടുംബം എന്താ ചേർക്കുക എന്നുള്ളതിന്റെ കാരണം എന്താ? അതന്നെയാണ് ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മഹ്മൂദാജി മരിച്ചു, മഹ്മൂദാജിയോ ഏത് മഹ്മൂദാജി? ആ പള്ളിന്റെ മുമ്പിൽ വീടായ ന്റെ ശേഷം നാട്ടുകാരെന്താ പറയുന്നറിയോ? പെങ്ങന്മാരെല്ലാം പൊന്നുപോലെ നോക്കിയ ഒരാളാണ്. പെങ്ങന്മാരെ വീട്ടിലേക്കെല്ലാം റമദാനാകുമ്പോഴും വിശേഷ കാലത്തൊക്കെ എത്ര ചാക്ക് അരിയാ കൊണ്ടിടല്, അങ്ങനെ പറയേണ്ടത്. അല്ലാണ്ട് നാട്ടുകാർക്ക് ഭയങ്കര സേവനം എന്നല്ല, ആദ്യം കുടുംബത്തിന് സേവനം ചെയ്യണം നമ്മള്. ഷെഹ്റാനി ഇമാമിന്റെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീനിലുണ്ട്. എന്തുണ്ട്? കുടുംബത്തിന് സ്വതക്ക ചെയ്യാണ്ട് നാട്ടുകാർക്ക് സ്വതക്ക ചെയ്യുന്നവരുടെ സ്വതക്ക സൂഫിയാക്കൾ സ്വീകരിക്കാറില്ല. യഥാർത്ഥത്തിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് നമ്മളോട് എന്തോ സഹായം ചോദിച്ച് നമുക്ക് സഹായിക്കാൻ കഴിവുണ്ട്, എന്നിട്ടും നമ്മൾ അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാന്ന ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അഭിപ്രായം. കുടുംബത്തിൽ നമ്പർ 1, കുടുംബത്തിൽ നമ്പർ 1, കുടുംബബന്ധം മുറിക്കരുത്. അപ്പൊ വലിയോരെ ബഹുമാനിക്കണം. 22 അദമുദ്ദുഖൂലി ഖബലഹുമാ അവിൽ മശി അമാമഹുമാ, ഉപ്പാന്റെയും ഉമ്മാന്റെയും മുന്നിൽ നടക്കരുത്. ഉപ്പി ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അതിന്റെ മുന്നേ നമ്മൾ ആദ്യം പ്രവേശിക്കരുത്. അപ്പോ നമ്മൾ ഉപ്പാനെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ഉപ്പയാണ് ആദ്യം പള്ളിയിൽ കയറേണ്ടത്, കാറിലാദ്യം ഉപ്പയാണ് ആദ്യം. ഇനി ഉപ്പാനെ കയറ്റാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ട്രെയിനിൽ ആദ്യം കയറേണ്ടി വരും, അത് ശരിയാ. വണ്ടി AC ഇട്ടിട്ട് ആദ്യം ഓണാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം വണ്ടി കയറേണ്ടി വരും. അപ്പോഴും ഉപ്പാക്ക് വേണ്ടിട്ട് തന്നെ നമ്മളത് ചെയ്തിട്ടുള്ളത്. ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നടക്കരുത് എന്നാ. അത് നമ്മളെ ജീവിതത്തിലെ ബർക്കത്ത് കമ്മിക്ക് കാരണമാവും. എപ്പോ ഉപ്പാക്കും ഉമ്മാക്കും മുന്നിൽ മുന്നിൽ മുന്നിൽ.
കുറേ കാലത്തിന് ശേഷം മക്കത്തേക്ക് തിരിച്ചു വരുന്ന ഒരു ചരിത്രമുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചു വരുമ്പോൾ ഉപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു മോനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഉപ്പാനെ കണ്ടപ്പോൾ തന്നെ ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. കാരണം ഉപ്പയാണ്. സിദ്ദീഖ് റളിയല്ലാഹു വലിയ ആലിമാണെന്നൊക്കെ ശരി, പക്ഷെ ഉപ്പയാണത്. താഴെ ഇറങ്ങി. ഉപ്പയല്ലേ താഴെ ഇറങ്ങി. വലിയവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ തന്നെ അബൂ ഖുഹാഫ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മക്കം ഫതഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞ, അല്ലോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് റിസ്ക് എടുത്തിട്ട് വന്നതിന്, ഞാൻ അങ്ങോട്ടേക്ക് വരൂലേ. കണ്ടോ വലിയവരെ ബഹുമാനിക്കുന്ന ഒരു വർത്താനം. ഞാൻ അങ്ങോട്ടേക്ക് വരൂലേ, ഈ പ്രായത്തിൽ ഇത് നിങ്ങൾ ഈ റിസ്ക് എടുത്ത് വന്നതിന്. നമ്മൾ ഒന്നാമത് ഭയങ്കര എക്സിക്യൂട്ടീവ് ആകുന്നുണ്ട് പുതിയ കാലത്ത്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട്. നിങ്ങളാരാ? ഇവിടെ പഠിക്കുന്ന ഷഫീഖിന്റെ വാപ്പല്ലേ, അവിടെ ഇരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ മോനെ നിനക്കൊക്കെ പറ്റിപ്പോയത്? ആരെ ഈ നിൽക്കുന്നത്? നിന്റെ ഉപ്പാപ്പാന്റെ പ്രായല്ലേ ഇത്? ബഹുമാനങ്ങൾ കുറഞ്ഞു പോയാൽ, അദബ് കുറഞ്ഞു പോയാൽ വലിയ അപകടമാണത്. പുറത്ത് എവിടെങ്കിലുമൊക്കെ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന പുതിയ കാലത്ത് മുത്തഅല്ലിമീങ്ങളിൽ ഈ അസുഖം വരുന്നുണ്ട്. കേരളത്തിലെ ആലിമീങ്ങളൊന്നും ശരിയില്ല. ഒരു പുറം രാജ്യത്തൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. ഒന്ന്. പിന്നെ ഗ്രന്ഥങ്ങളില്ല. ഈജിപ്തിലൊക്കെ എല്ലാവർക്കും നല്ല കിതാബുകളുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിയത്തുസ്താനൊക്കെയാ പറയണത്. ഓർക്കൊന്നും കിതാബില്ലാത്തതുകൊണ്ട് ഓരോന്ന് ശരിയില്ല എന്ന്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇൽമിന്റെ അഹ്ലുകാരെ ചെറുതാക്കിയാലേ ആഖിബത്ത് ചീത്തയാവൂലേ? അത് വലിയ അപകടമല്ലേ നമുക്ക്? അങ്ങനെ ഉണ്ടോ ചെറുതാക്കല്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ച്, നിങ്ങളാണോ വലുത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വലുത്? വലുത് എന്ന പ്രയോഗം ഉള്ളതുകൊണ്ട് അബ്ബാസ് അങ്ങക്ക് ചോദ്യത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി. ചോദ്യത്തിന്റെ അർത്ഥം പ്രായം കൊണ്ട് ആരാണ് വലുത് എന്നാണ്. പക്ഷെ അതിൽ വലുത് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ. പ്രായം കൊണ്ട് അബ്ബാസങ്ങൾ തന്നെയാ മൂത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാന്റെ സഹോദരനല്ലേ. അബ്ബാസ് റളിയല്ലാഹു ചോദ്യം കേട്ട ഉടനെ ഉത്തരം പറഞ്ഞു, ഹുവ അക്ബറു മിന്നി, മുത്തുനബിയാണ് എന്നേക്കാൾ വലുത്. വഉലിതു ഖബലഹു, ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പ് ജനിച്ചേ ഉള്ളൂ. യാ റബ്ബ്, ഏതാ അദബ്, ഏതാ മറുപടി, ഏതാ? പുതിയ കാലത്ത് ഉസ്താദുമാരൊക്കെ ഒന്ന് പുറം രാജ്യത്തൊക്കെ യാത്ര ചെയ്ത് എപ്പിസ്റ്റമോളജി ആൻഡ് മെത്തഡോളജി ഒക്കെ പഠിക്കണം എന്നാ പുതിയ കൺസേൺ. നമ്മളൊക്കെ നല്ല തിരിച്ചറിവുള്ളവരാണ്. നമ്മുടെ ഉലമാഇന്റെ ഈ കെട്ടുറപ്പും സംഘടനാ സംവിധാനവും വേറെ എവിടെ കിട്ടുക? നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒന്ന് ഉത്തരേന്ത്യയിൽ പോയോക്കെ, അവിടെ മോമിനീങ്ങൾ ഇതിന്റെ ഡബിള് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരില്ലേ ഉണ്ട്. എന്നിട്ട് എന്താ ഇത്ര സംവിധാനങ്ങളില്ലാത്തത്? അവിടുത്തെ മനുഷ്യന്മാർക്ക് എന്താ ഫാത്തിഹ കിട്ടാത്തത്? അവരെന്തേ ശരിയാവണ്ണം നിസ്കരിക്കാത്തത്? ഇവിടുത്തെ ഈ സംഘടനയുടെ സിസ്റ്റം അവിടെ എടിയില്ല. അതല്ലല്ലേ അതിന്റെ കാരണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പുറം രാജ്യത്തുങ്ങൾ പോയാൽ ഒരു ആലിമിന്റെ കീഴിൽ കുറച്ച് 10 ആള്, ഒരു 20 ആള്, ഒരു 40 ആള്, വേറൊരാളുടെ കീഴിൽ കുറച്ചാള്. അവര് തമ്മിൽ കണ്ടുകൂടാ, അവര് തമ്മിൽ പ്രശ്നം. ഇതൊന്നും ഇല്ലാതെ താജുൽ ഉലമ നമുക്ക് ഒറ്റ കെട്ടുറപ്പിൽ പഠിപ്പിച്ചെന്നില്ലേ? അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആർത്തിരമ്പുന്ന തിരമാലകളും ഏത് പ്രാതികൂല്യ സാഹചര്യത്തെയും മറികടക്കാൻ നമുക്ക് നമ്മുടെ നേതൃത്വം പഠിപ്പിച്ചു തന്നില്ലേ? ഇത് നമ്മൾ ഇനിയും അതിജയിക്കും. സംഘടന എന്നും വിജയിക്കും, പ്രസ്ഥാനം എന്നും ജയിക്കും. കേരളീയ സമസ്തന്റെ ഉലമാഇന്റെ മേലെ പറക്കാൻ ഒരു പറവക്കും സംഘടന ഉള്ള കാലത്തോളം അനുമതിയില്ല. അത് നടക്കുകയും ചെയ്യില്ല. അത് 2 ദിവസം ഉണ്ടാവും ആ വോൾട്ടേജ്, അതൊക്കെ കെട്ടുപോകും. നമ്മളൊക്കെ എപ്പോഴും സംഘടനാ പ്രവർത്തകരാണ്. ഇനി ഒരു വഹാബിക്കും മുഹിയുദ്ദീൻ പള്ളിയും ഷാദുലി പള്ളിയും പിടിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരുത്താൻ പാടില്ല. നമ്മുടെ സിസ്റ്റം കെട്ടുറപ്പുള്ളതായി മാറണം. നമ്മുടെ പദ്ധതികളെല്ലാം നമ്മൾ നന്നായി ഇടപെടണം. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. എപ്പോഴും മാതാപിതാക്കൾ എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ അവരുടെ ബേക്കിലാണ് നമ്മൾ നടക്കേണ്ടത്. അടുത്തത് 23 തൽബിയത്തു നിദാഇഹിമാ ബിസുർഅത്തിൻ ഫീ ഹാലി നിദാഇഹിമാ. ഉപ്പിയമ്മയും വിളിച്ചാൽ വേഗം ഉത്തരം കൊടുക്കണം. ലബ്ബൈക്, ഉമ്മ എന്നെ വിളിച്ചോ, ഞാനിതാ വന്നേ, വേഗം. എവിടെയുള്ള മോനെ? ഉമ്മ ഞാനിതാ, ഒന്ന് വരുമോ? വേഗം.
കുറച്ചൊന്ന് ഉറങ്ങിയിട്ട് വന്നാൽ മതിയോ? അങ്ങനല്ല, വേഗം പോവാ. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഇത് നടക്കൂലുണ്ടോ? വരാന്ന് പറഞ്ഞില്ലേ, അങ്ക് ഫുഡ് വേണ്ട, തീർന്നു, ഗെയിം ഈസ് ഓവർ. ഫുഡ് വേണ്ട. എന്താ മോളെ നിനക്കൊക്കെ പറ്റിപ്പോയത്? ഇതൊന്നും നമുക്ക് ഉണ്ടാവും, ഇത് വിശദീകരിക്കാൻ നേരമില്ലാത്തോണ്ടാ. 24 ഇക്റാമു അസ്ഹാബിഹിമാ ഫീ ഹയാതിഹിമാ വബഅദ മൗതിഹിമാ. ഉപ്പാന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ, ഉപ്പാന്റെ ഉമ്മാന്റെയും ഇഷ്ടക്കാരെ, ഉപ്പാന്റെ ഉമ്മാന്റെയും ജീവിതകാലത്തും അവരുടെ മരണശേഷവും നമ്മൾ ബഹുമാനിക്കണം. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെണ്ണുങ്ങളാ. ആര് വന്നാലും റമദാനിൽ 10 രൂപ ഒക്കെ കൊടുക്കുക. പക്ഷെ ആ പെണ്ണുങ്ങൾ വന്നാൽ അക്കാലത്ത് തന്നെ, അതും 20 കൊല്ലം മുമ്പ് തന്നെ ഉമ്മ 50 രൂപ 100 രൂപ ഒക്കെ കൊടുക്കും. അപ്പൊ ഉമ്മ മരിച്ചപ്പോ ആ പെണ്ണുങ്ങൾ വന്നു, അല്ലെങ്കിൽ ആ പെണ്ണുങ്ങളുടെ മക്കൾ വന്നു. അപ്പോ നമ്മൾ ആ പരിഗണന കൊടുക്കണം. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് മുക്കരി ഉസ്താദിന. ആ മുക്കരി ഉസ്താദിനെ നമ്മളും ബഹുമാനിക്കും. അത് ഉപ്പാനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തുക്കളെ ഇബ്നു ഉമർ തങ്ങൾ പരിഗണിക്കാറുണ്ട്. ഇഷ്ടമുള്ള സാധനമൊക്കെ കൊടുക്കും. അതിന് കാരണം പറയൽ ഇതാ, ഉപ്പാന്റെ ഉമ്മാന്റെയും സുഹൃത്തുക്കളെ പരിഗണിക്കൽ ഉപ്പാക്കും ഉമ്മാക്കും വലിയ ഇഷ്ടമാണത്, ജീവിതകാലത്താണെങ്കിലും മരണശേഷമാണെങ്കിലും. 25 അദമു മുസാഹബത്തി ഇൻസാനിൻ ഗൈരി ബർറിൻ ബിവാലിദൈഹി. ഉപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കാത്ത കൂട്ടുകാർ നിനക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ ആകെ ഈ കിതാബിലെ ദുനിയാവിൽ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് വിചാരിക്കുക. എന്ത് ഒന്നുകൂടി വായിക്കുക. അദമു മുസാഹബത്തി ഇൻസാനിൻ ഗൈരി ബർറിൻ ബിവാലിദൈഹി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്ത സുഹൃത്തുക്കൾ നിനക്കുണ്ടാവരുത്. അത് നിന്റെ നാശത്തിന് കാരണം മാത്രമല്ല, നിന്റെ ഉപ്പാനും ഉമ്മാനും നീ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ ഉപ്പാനും ഉമ്മാനും പരിഗണിക്കാത്ത കൂട്ടുകാരുണ്ടാവരുത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഉമ്മാനെ വേണ്ടാക്കിട്ട് ഞാൻ അങ്ങോട്ട് വന്ന്, അവൻ നിനക്ക് ഇനി കൂട്ടുകാരനായിട്ട് വേണ്ട. അവൻ മോശം കൂട്ടുകാരനാണ്. നീ നന്നാവണമെങ്കിൽ അവനെ നീ ബന്ധം ഒഴിവാക്കിയേ മതിയാവും. കൂട്ടുകാർ നന്നാവണം. മാതാപിതാക്കളെ പരിഗണിക്കാത്ത, എങ്ങനെയുണ്ട് ചില ആൾ ഭാര്യക്ക് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന, ഉമ്മാനെ മൈൻഡാക്കാത്ത ഒരുത്തനാണ് നിന്റെ കൂട്ടുകാരനെങ്കിൽ ഉടനെ നീ രാജിവെക്കണം. അവനുമായിട്ട് ഇനി ബന്ധം നിനക്ക് പറ്റൂല. ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. അവനോട് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ മെല്ലെ രാജിവെച്ചോളാം. ഇനി അവന് നിനക്കൊരു കൂട്ടുകാരനായിട്ട് വെക്കാൻ പറ്റൂല. ആഖിറത്തിൽ നരകത്തിലെത്തിയാൽ മനുഷ്യന്മാര് വിലപിക്കുന്ന ഒരു വർത്താനുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? നരകത്തിലെത്തിയാൽ മാലനാ മിൻ ഷഫീഅ, ഒരാൾ കൈപിടിക്കാൻ ഒരു നല്ല സുഹൃത്തില്ലല്ലോ റബ്ബേ എന്ന് മറ്റ് വിലപിക്കുന്ന ഖുർആൻ പറയണത്. അപ്പൊ നമ്മളെ കൂട്ടുകാരൊക്കെ നല്ല കൂട്ടുകാരാണ്. മോശം കൂട്ടുകാരാണ് നമുക്കുള്ളതെങ്കിൽ നമുക്കന്ന് ആഖിറത്തിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ആ ചങ്ങായിനെ സുഹൃത്താക്കിയത് കൊണ്ടല്ലേ ഈ കുടുങ്ങല് മുഴുവൻ കുടുങ്ങിപ്പോയത്. ഞാൻ എത്ര വൃത്തിയിൽ എന്റെ ഉപ്പാരുമാനും നോക്കുന്ന ആളായിരുന്നു. ഇവനല്ലേ ഇവളല്ലേ എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചെന്നത്. ഒരു ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട്, ഒരു ലവർ എന്ന് പറഞ്ഞിട്ട്, അവനെ ബെസ്റ്റിയാക്കിയോണ്ടല്ലേ അവളെ ബെസ്റ്റിയാക്കിയോണ്ടല്ലേ എൻ്റെ ഈ കുടുക്ക് മുഴുവൻ കുടുങ്ങിപ്പോയത് എന്ന് അവിടുന്ന് ടെൻഷൻ ആകുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് രാജിവെക്കുന്നതായിരിക്കും. ഒരാളെ സുഹൃത്താക്കുന്ന സമയത്ത് നമ്മൾ പരിഗണിക്കേണ്ട മാനദണ്ഡം എന്താണെന്നറിയോ? നമ്മൾക്ക് അല്ലാഹു തന്ന ഇൽമ് അയാൾക്ക് കേൾക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ അയാളെ കൂട്ടുകാരനാക്കാം. അല്ലെങ്കിൽ അയാൾ ഇൽമുള്ള ആളാണ്, അയാൾ ഇൽമ് നമുക്ക് പറഞ്ഞു തരും, അങ്ങനത്തെ ആളെയും കൂട്ടുകാരാക്കാം. ഇതല്ലാത്ത ഒരാളെ കൂട്ടുകാരനാക്കരുത്. മാനദണ്ഡം ഇൽമായിരിക്കണം. പറയുന്നത് ഞാനല്ല, ഗസ്സാലി ഇമാം റഹിമഹുല്ലാഹ് ഇഹ്യയിൽ എഴുതി വെക്കുന്നു. 26 അദ്വാഉ ലഹുമാ, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നീ ദ്വാരക്കണം. പ്രത്യേകിച്ച് അവരുടെ മരണശേഷം മോനെ നീ ദ്വാരക്കണം. ഉപ്പാക്കുമ്പോ ദ്വാരക്കണം. മരണശേഷം നീ ദ്വാരക്കണം ഉപ്പാക്കുമ്മാക്കും. കാരണം ആ ദുആ അവർക്ക് വലിയ ഉപകാരം ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ദുആ നിരന്തരം നീ ദ്വാരന്നുകൊണ്ടിരിക്കണം. എൻ്റെ ഉപ്പയും എന്നെ ചെറുപ്പത്തിൽ വളരെ സ്നേഹത്തോടെ വളർത്തിയ പോലെ അതാ ഇപ്പൊ അവര് വലുതായി, റബ്ബേ അവർക്ക് നീ കരുണ ചെയ്യണേ എന്ന് ദ്വാരക്കണം. ആ ദുആ സുന്നത്താണ്, ശരിക്കും ദ്വാരക്കണം. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. 27
ഏതെങ്കിലും ഒരാൾ നമ്മളിൽ നിന്ന് മരിച്ചുപോയി. ഒന്നിക്കലും ഉപ്പ മരിച്ചു ഉമ്മ ഉണ്ട്, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു ഉപ്പ ഉണ്ട്, ആരുമാവട്ടെ. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു കാര്യം ചെയ്താൽ രണ്ടാളെയും തൃപ്തിപ്പെടുത്താൻ പറ്റും. ഏതാണ് ആ ഒരു കാര്യം? ഇപ്പോൾ ആരാണ് ജീവിച്ചിരിപ്പുള്ളത് അവരെ നന്നായിട്ട് സന്തോഷിപ്പിക്കുക. എങ്കിൽ മരിച്ച് ഖബറിൽ കിടക്കുന്ന ആളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളും സന്തോഷിക്കുമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ അൽ ഈലാഹു വൽ ബയാൻ എന്ന കിതാബിൽ ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ഉമ്മയില്ല, ഉപ്പേ ഉള്ളൂ. പൊതുവിൽ മൈൻഡാക്കൂല ആൺകുട്ടികൾ. ഉപ്പ മാത്രമായാൽ ഉമ്മ ഉള്ള കാലത്തെ ഉപ്പാക്ക് വില കൊടുക്കുള്ളൂ. ചില കുട്ടികൾ അതൊന്നും ശരിയല്ല കേട്ടോ. ഉപ്പാനോടും ഉമ്മാനോടും നീതി കാണിക്കണം, നീതി കാണിക്കാതിരിക്കരുത്. ഉമ്മാക്ക് 5000 കയ്യിൽ കൊടുക്കണമെങ്കിൽ പാവ ഉപ്പാക്കും കൊടുക്കണം. ഉപ്പാക്ക് 10,000 കൊടുക്കണമെങ്കിൽ ഉമ്മാക്കും കൊടുക്കണം. ഉമ്മാക്ക് 2000, ഉപ്പാക്ക് 2000. നീതി കാണിക്കണം, എപ്പോഴും കാണിക്കണം. വിഷയത്തിൻ്റെ പഠനത്തിന് തുഹഫത്തുൽ ഇബാദ് നോക്കിയാൽ മതി, നല്ല നീതി ഉണ്ടാകും. അതേസമയത്ത് വീട്ടിലേക്ക് സാധനം വാങ്ങാനുള്ള ആവശ്യങ്ങൾക്കാണ് ഉപ്പാക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ ഓക്കെ, അത് പിന്നെ പരിഗണിക്കും. വേറെ രണ്ടാൾക്കും ഒരു സ്വതക്ക, ഒരു ഹദിയ, ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഒരേപോലെ കൊടുക്കണം, ഒരേപോലെ. അല്ലെങ്കിൽ നീതി കാണിക്കണമല്ലോ. നമ്മളിപ്പോൾ ഇവിടെ അത്തറ് പുരട്ടി കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്താക്ക് ഒരു കോയിലിട്ടിട്ട് പുരട്ടി കൊടുത്താണ്. അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഒന്നേ ഇടാൻ പറ്റൂ. ഒരാൾക്ക് പോലും അതിൻ്റെ ഇടയിൽ രണ്ടാക്കി കൊടുക്കരുത്. നീതി കാണിക്കണോ? വിതരണം ചെയ്യുന്ന മിക്കവാറും ആള് നരകത്തിലായിരിക്കും എന്നാണ്. അൽ ഖാസിമു ഫിന്നാർ എന്നല്ലേ. നീതി കാണിക്കണം, എല്ലാത്തിലും നീതി വേണം. നമ്മുടെ ഒരു സുഹൃത്ത് പള്ളിയിൽ ഉള്ളിലെത്തി, അയാൾ എന്ന് തൊണ്ടനക്കി, ഇത് നമ്മുടെ കൂട്ടുകാരനല്ലേ, അബ്ദുള്ള അല്ലേ എന്ന് കരുതിയിട്ട് നിസ്കാരത്തിലെ റുക്കൂയിൽ കാത്തുക്കാൻ പച്ച ഹറാമാണ്. അങ്ങനെ കാത്തുക്കാൻ പാടില്ല. എല്ലാവർക്കും കാത്തുക്കണ പോലെ അയാളെയും കാത്തുക്കാന്നല്ലാതെ യഹ്റുമു അൽ ഇൻതിലാറു ലിതവദ്ദുദ്, അങ്ങനെ കാത്തുക്കാൻ പറ്റില്ല. പറ്റൂല. പത്തോൽമീനെടുത്ത് ഉദ്ധരിക്കുന്നില്ലേ, അത് പാടില്ല. പറഞ്ഞു വന്നത് 27-ാമത്തത്, മാതാപിതാക്കളിൽ ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ നന്നായിട്ട് തൃപ്തിപ്പെടുത്തണം. അത് നന്നായി തൃപ്തിപ്പെടുത്തണം. 28 അല്ലാ യസുബ്ബ വാലിദൈ റജുലിൻ, ആരുടെയും ഉപ്പാനുമാനി ചീത്ത വിളിക്കാൻ പാടില്ല. അങ്ങനെ ചീത്ത വിളിച്ചാൽ ഫയസുബ്ബു ദാലിക റജുലു വാലിദൈഹി, നിന്റെ ഉപ്പാനുമാനി ഓൻ കുറ്റം പറയും. അപ്പൊ സ്വന്തം ഉപ്പാനുമാനും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരാളുടെ ഉപ്പാനുമാനും കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അയാൾ നിന്റെ ഉപ്പാനുമാനും പറയും. അപ്പൊ നീ ഉപ്പാനുമാനും സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഒരാളുടെയും ഉപ്പാനെ ഉമ്മാനെ കുറ്റം പറയാൻ പാടില്ല. അത് നിന്റെ സ്റ്റുഡന്റിന്റെ ഉപ്പാനും പറയരുത്, ഉമ്മാനും ഒന്നും പറയരുത്. നിന്റെ ഉപ്പല്ല എന്താ കണക്കന്നെ പറയരുത്. അത് അവര് തിരിച്ച് നമ്മളെ ഉപ്പാനും ഉമ്മാനും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും ഉപ്പാനും ഉമ്മാനും സ്നേഹിക്കുന്ന ആൾ ഒരു കാരണവശാലും വേറൊരാളുടെ മാതാപിതാക്കളെ തൊടാൻ പാടില്ല. 29 ഇനി 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അല്ലാ യൻദുറ ഇലൈഹിമാ ബിൽ ഗളബ്, അവരെ ദേഷ്യത്തോടെ നോക്കരുത്. ബൽ യൻദുറ ഇലൈഹിമാ ബിനദറിൽ മഹബ്ബത്തി വശഫഖത്തി വത്തറഹും, സ്നേഹത്തോടെ കരുണയോടെ എപ്പോഴും നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയും തുറിച്ചു നോക്കാറില്ല. നമ്മളും തുറിച്ചു നോക്കരുത്. നമ്മുടെ നാട്ടുകാർക്ക് ഈ തുറിച്ചു നോട്ടം കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് മസ്ബൂക്കായ ആളാ. ഇപ്പം റക്കായത്ത് ഫുള്ള് കിട്ടിയ ആൾ ഒരു നോട്ടം. ഈ മസ്ബൂക്കിന് എന്നെ തോന്നുന്നു, എന്റെ തുണിക്കും തോട്ടുണ്ട്, ഇതെന്താ എല്ലാവരും പോടെ നോക്കണ. വളരെ മോശം പരിപാടി. മൗലിദിന്റെ സദസ്സിൽ ആരെങ്കിലും പുതുതായിട്ട് വന്നാൽ എല്ലാരും ഇങ്ങനെ നോക്കും, ഇതേതാ നാട്ടുകാരൻ. ആ നോട്ടത്തിൽ അയാളെ 2 കിഡ്നിയും ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. അമ്മാതിരി നോട്ടാ നോക്കല് ചില നാട്ടില്. അതിനായിട്ട് ചില പ്രായമുള്ളവര് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. ആര് പുതുതായിട്ട് വന്നാലും സുബ്ഹാനല്ലാഹ് ഇങ്ങനെ നോക്കുന്നതാണ്. അത് വളരെ മോശം പരിപാടിയാണ്, നോക്കരുത്. ഉപ്പാനും ഉമ്മാനും സ്നേഹത്തോടെ നോക്കണം. മാതാപിതാക്കളെ കരുണയോടെ നോക്കിയാൽ ഹജ്ജ് ഉംറ ചെയ്ത കൂലിയാന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചല്ലോ, 100 തവണ ഒരു ദിവസം നോക്കിയാലോ? അതിൽ കൂടുതൽ നോക്കിയാലും കിട്ടും എന്നാ പറഞ്ഞത്. അത് ഉപ്പിയുമ്മി ഉള്ള കാലത്തല്ലേ കിട്ടുള്ളൂ. ചിത്രം നോക്കിയാൽ കിട്ടുന്നതാ? യൂട്യൂബിൽ വയല് കേട്ടിട്ട് മരിച്ചുപോയി ഉമ്മാനെ കുറിച്ചിട്ട് കരുണ കിട്ടുന്നതാ? ഇത് ഉള്ള കാലത്തല്ലേ ഇത് വാങ്ങേണ്ടത്. മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കണം, എപ്പോഴും സ്നേഹത്തോടെ. ഒരു കാരണവശാലും ദേഷ്യം പിടിക്കരുത്.
ലാസ്റ്റ് 30ാമത്തെ കാര്യം അല്ല അയ്യുബാശിർ ഖിദ്മതഹുമാ ബിയദിഹി. ഉപ്പാക്കും ഉമ്മാക്കും നീ എന്നെ ഖിദ്മത്ത് എടുക്കണം. അത് ഞാൻ വേറെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു നഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡയലോഗെല്ലാം നിർത്തണം കേട്ടാ. കേട്ടോളി മോനെ. റൂഹുൽ ബയാൻ ഉദ്ധരിച്ച് ബാബു ഉസ്താദ് നമുക്ക് പറഞ്ഞുതരാ എന്ത് അയ്യുബാശിർ ഖിദ്മതഹുമാ ബിയദിഹി. മോന് മോന്റെ കൈ കൊണ്ട് എന്നെ ഉപ്പാന്റെ ഉമ്മാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വലാ യുഫവ്വിൽഹാ ഇലാ ഗൈരിഹി. വേറൊരാളെ നീ അത് ഏൽപ്പിക്കരുത്. ലിഅന്നഹു ലൈസ ബിആദിൻ ലിർറജുലി. ഉപ്പാന്റെയും ഉമ്മാന്റെയും വസ്ത്രം അലക്കി കൊടുക്കലോ അവർക്ക് ഖിദ്മത്ത് എടുക്കലോ ഒരു നാണക്കേടുള്ള പരിപാടിയാണെന്ന് നീ ചിന്തിക്കരുത്. കാരണം ഒരാൾ അയാളുടെ മുഅല്ലിമിന്, അയാളുടെ ഉപ്പാക്കുമ്മാക്ക്, അയാളുടെ അതിഥിക്ക് ഖിദ്മത്ത് എടുക്കുന്നത് ഒരു കാരണത്താലും അത് ലജ്ജയുള്ള പരിപാടിയോ നാണക്കേടാന്നും ചിന്തിക്കണ്ട. അത് നല്ല കാര്യം, അഭിമാനം. ഒരു അതിഥിക്ക് ജ്യൂസ് വെള്ളം എടുത്തു കൊടുത്തു, അതുകൊണ്ട് നമ്മളുടെ ഖാലിസ്ഥാനം ഒന്നും പൊട്ടിപ്പോവില്ല, ഒന്നും പ്രശ്നമില്ല. 4 ആൾക്കാർക്ക് ഖിദ്മത്ത് എടുത്താൽ ഒരു പ്രശ്നവുമില്ല, ഒരു നാണക്കേടുമല്ല, അത് അഭിമാനത്തിനൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നിടത്ത് ഈ വിഷയം കൊണ്ടുവരുന്നുണ്ട്. നല്ല പഠനത്തിന് ഇമാം ഖർഖൂഷി റഹിമഹുള്ളയുടെ തഹ്ദീബുൽ അസ്റാർ എന്ന കിതാബ് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അള്ളാഹുവെ, ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. നമ്മളിവിടെ പറഞ്ഞതും കേട്ടതും വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. നീ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഉപ്പാനും ഉമ്മാനെയും ഈ മോമിനികൾക്കും എനിക്കും ബഹുമാനം കിട്ടാനാണ് ഈ ഇൽമു ഇങ്ങനെ കിതാബ് നോക്കിയിട്ട് പറഞ്ഞത്. ഇത് സ്വീകരിക്കണേ റഹ്മാനെ. അവേലത്ത് തങ്ങളുടെ ഉപ്പാപ്പന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ കബൂലാക്കണേ അല്ലാഹ്. 2 വരിയുള്ള ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. യഹ്യൽ ബർമാക്കി റളിയല്ലാഹു അൻഹുവിനെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. അവരെയും അവരുടെ മകൻ ഫദ്ൽ ഇബ്നു യഹ്യൽ ബർമാക്കി എന്നവരെയും അറസ്റ്റ് ചെയ്തു. നല്ല തണുപ്പുള്ള രാത്രിയാണ്. യഹ്യൽ ബർമാക്കി എന്ന വാപ്പാക്കാണെങ്കിൽ തണുത്ത വെള്ളം തീരെ ഉപയോഗിക്കാൻ വയ്യ. എങ്ങനെയാ വെള്ളം ചൂടാക്കൽ? വെള്ളം ചൂടാക്കാനുള്ള മുഴുവൻ വകുപ്പും ആ വാർഡിലെ ജയില് നോക്കുന്ന ആ ഉദ്യോഗസ്ഥൻ അതൊക്കെ മാറ്റി. ഇനി വെള്ളം എങ്ങനെ ചൂടാക്കും? അപ്പോഴാണ് ആ മകൻ ഫദ്ൽ ഇബ്നു യഹ്യൽ ബർമാക്കി എന്ന മകൻ എന്താ ചെയ്തെന്നറിയാം? ആ വെള്ളം എടുത്തിട്ട് ആ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് ഇങ്ങനെ പാതിര വരെ പിടിച്ചെന്നു. എന്നിട്ട് വെള്ളം ചൂടാക്കി. എന്നിട്ട് സുബഹിനും തഹജ്ജുദിനും വാപ്പാവുക്ക് ഒളു കൊടുക്കാൻ വേണ്ടി കൊടുത്തു. ഇത് ആ വാർഡുകാരൻ മനസ്സിലാക്കി, ആ ജയിലിലെ വാർഡിലെ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി. ഇയാൾ അതിന് ചൂടായിട്ട് ആ വിളക്കാണ് മാറ്റി. പിറ്റേന്ന് എന്ത് ചെയ്യും? പിറ്റേന്ന് ഫദ്ൽ ഇബ്നു യഹ്യൽ ബർമാക്കി എന്ന മോൻ വാപ്പാക്ക് വേണ്ടി എന്താ ചെയ്തെന്നറിയോ? ഈ വെള്ളത്തിന്റെ പാത്രം ചൂടാക്കാൻ ഒരു വകുപ്പുമില്ല. അന്ന് രാത്രി മൊത്തം ഉറക്കൊഴിഞ്ഞു. എന്നിട്ട് തന്റെ വയറ് ഈ വെള്ളത്തിന്റെ പാത്രത്തോട് ചേർത്ത് വെച്ച്, വെള്ളം ചൂടാവൊന്നും ചെയ്യില്ല, ശരീരത്തിന്റെ ചൂട് തട്ടിയിട്ട് ആ വെള്ളത്തിന്റെ തണുപ്പ് പോകുമല്ലോ എന്നതുകൊണ്ട് ചേർത്ത് പിടിച്ച്. ഇത് കണ്ടിട്ടാണ് ആ മോനിക്ക് വേണ്ടിയിട്ട് ആ വാപ്പ ദ്വാരക്കണത് എന്ന് ചരിത്രത്തിൽ വായിക്കാം. ഒരുപാട് കിതാബുകളിൽ കാണാം. അങ്ങനെ ആ വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് എടുക്കേണ്ടത്. എന്ത് റിസ്ക് സഹിച്ചാലും ഉപ്പ ഉമ്മ നമ്മളെ ജീവന്റെ ജീവനാവണം. ദുനിയാവും തന്നെ നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയ ആൾക്കാരാണ് മാതാപിതാക്കൾ. അവരിൽ നമുക്ക് വീഴ്ച വരരുത്. നമുക്ക് എത്ര ഇൽമുണ്ടെങ്കിലും അമലുണ്ടെങ്കിലും പിശാച് ആ വിഷയത്തിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. അതിൽ തോറ്റുപോകാൻ പാടില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. വാപ്പാക്ക് ഈ ഓവുചാല് ജമ്പ് ചെയ്യാന് കഴിയൂല, വാപ്പാക്ക് ശക്തിയില്ല. അപ്പൊ മോനെന്താ ചെയ്തതെന്നറിയോ? ആ ഓവുചാലിൽ കമിഴ്ന്ന് കടന്നു. എന്നിട്ട് വാപ്പാനോട് പറഞ്ഞ എന്റെ കാല് മുതൽ തല വരെ ചവിട്ടിയിട്ട് എന്നെ പാലാക്കിക്കോളിപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടന്നത്ര. ഇങ്ങനെയാണ് ഉപ്പമാർക്ക് ഉമ്മമാർക്ക് മക്കൾ ഖിദ്മത്ത് എടുത്തത്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപകാരമുള്ളതാണ്. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ.